മാനേജ്മെൻറ്റ് റിവിഷൻ ക്ലാസ്സാണ്. Bcom ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിവിഷൻ ക്ലാസ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഓൾറെഡി 5 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആദ്യം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യം 3 മാർക്കിന് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതാണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒരു ചോദ്യം വരികയാണെങ്കിൽ, മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാസേജ് ശ്രദ്ധിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ required for the day-to-day working of an enterprise. Okay, it is required for the purchase of raw materials and for meeting the day-to-day expenditures on salaries, wages, rent, advertising, etc. അതായത് നമുക്ക് ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ, ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതുക, working capital is also called circulating capital or revolving capital or floating capital or liquid capital, or it is also known as operating capital. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. അത് ദൈനംദിനമായിട്ട് നമ്മൾ എന്താണ് വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസിലാണ് അതിൻ്റെ മീനിങ് നമ്മൾ എഴുതേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് വരുന്നതെങ്കിൽ, വാട്ട് ആർ ദ നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേച്ചർ? ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ആൻസർ ചെയ്താൽ, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ഡേ ടു ഡേ വർക്കിംഗ്. അപ്പോൾ ഡേ ടു ഡേ വർക്കിംഗ് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഭാഗം തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന വേർഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടേം ആണ്. അതായത് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അണ്ടറിൽ വരുന്ന സാധനമാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡേ ടു ഡേ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഓക്കെ, ഓഫ് എ ബിസിനസ്. The second point is working capital is the amount invested in current asset. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മെയിൻലി എന്താണ്? ക്യാഷ്, സ്റ്റോക്ക്, ഈ വക കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി മൂന്നാമത്തെ നേച്ചറായിട്ട് പറയുന്നത്, ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് കറണ്ട് അസറ്റ് വേരീസ് ഫ്രം ഡേ ടു ഡേ. അതായത് ഇതിൻ്റെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ ദിവസവും ഓരോ കറണ്ട് അസറ്റിൽ എന്താണ് ഓരോ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എവർ ഫ്ലക്ച്വേറ്റിംഗ്, എപ്പോഴും എന്താണ്? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നാലാമത്തെ പോയിന്റ്, ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ഫേം ഡിറ്റർമിൻസ് ഇറ്റ്സ് ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് ഇതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഇത് ഡിറ്റർമിൻ ചെയ്യും. അതായത് എന്താണ്? ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ, വിനിമയം ചെയ്യാനുള്ള കഴിവ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ജനറലി ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആർ ഫിനാൻസ്ഡ് ത്രൂ ഷോർട്ട് ടേം സോഴ്സ്. അപ്പോൾ ചെറിയ മെച്യൂരിറ്റി വരുന്ന സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആ ഒരു പോയിന്റ് കൂടി നോക്കുന്നത്, നേച്ചറിൽ. ഇനി ആറാമത്തെ പോയിന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നേച്ചറായിട്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കാൻ നമുക്ക് എഴുതേണ്ട ആൻസേഴ്സ്. ഇനി കോമ്പണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ 2 ഫാക്ടേഴ്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് കറൻറ്റ് അസെറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. ഈ 2 ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 2 കോമ്പണൻറ്റ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താ കറണ്ട് അസറ്റ്സ്, ഒരു വർഷത്തിൽ താഴെ ദൈർഘ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് ലയബിലിറ്റി, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വീട്ടിൽ തീർക്കുന്ന ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ്. ഉദാഹരണങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ക്യാഷ് വരുന്നുണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ബാങ്ക് ബാലൻസ് വരുന്നുണ്ട്, ബിൽസ് റിസീവബിൾ വരുന്നുണ്ട്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നുണ്ട്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതേപോലെ തന്നെ കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത് ഷോർട്ട് ടേം ബോറോയിങ്സ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്, ബിൽസ് പേയബിൾ വരുന്നുണ്ട്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് വരുന്നുണ്ട്, ഡിവിഡൻറ്റ് പേയബിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി അടങ്ങിയതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് രണ്ടിനും ഡിഫറൻസ് ആണ് ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പണൻസ്. ഇനി എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോൺസെപ്റ്റുകൾ എന്നതാണ്.
ഫസ്റ്റ് കോൺസെപ്റ്റ് ശ്രദ്ധിക്കാം. ദർ ആർ 2 കോൺസെപ്റ്റ്സ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് ഗ്രോസ് കോൺസെപ്റ്റ്. ഗ്രോസ് കോൺസെപ്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. അപ്പോൾ അതെന്താ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രോസ് കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസെറ്റ്. അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നത്. എത്ര പൈസയാണോ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇനി നെറ്റ് കോൺസെപ്റ്റിൽ എന്താണ്? അക്കോർഡിംഗ് ടു നെറ്റ് കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എക്സസ് ഓഫ് കറണ്ട് അസെറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിനെ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നുള്ളൂ. ഇവിടെ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നെറ്റ് കോൺസെപ്റ്റിൽ കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 2. 2 തരത്തിലാണ് ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദ അതർ വൺ ഈസ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കാം. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരണം അടുത്ത പേജിലാണ്. അപ്പോൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വിവരണം നമുക്ക് നോക്കാം. ദർ ഇസ് ഓൾവേസ് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് by the enterprise to carry out its normal business operation. It is usually called as permanent or fixed working capital. എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റൽ വേണം. എന്നിരുന്നാൽ മാത്രമേ എന്തുള്ളൂ അതിൻ്റെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ എപ്പോഴും നിറവേറ്റാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ക്യാഷ്, ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മളെപ്പോഴും കീശയിൽ നമ്മളെ പോക്കറ്റിൽ നമ്മളൊരു ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഒരു എമൗണ്ട് എപ്പോഴും വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു 10 രൂപ 20 രൂപയെങ്കിലും വെക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ആവശ്യം നമുക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് കൊടുക്കേണ്ടി വരും. നമുക്ക് എപ്പോഴും കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ ആശ്രയിക്കാൻ പറ്റില്ല. ഓക്കെ, ഏറ്റവും ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് മണി എന്താണ്? അത് ക്യാഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ്, അപ്പോൾ അതാണ് ഒരു ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിനെ ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ വീണ്ടും ഫർദർ ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഫർദറായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പെർമനൻ്റ് ആണ് രണ്ടെണ്ണുള്ളത്. ആ പെർമനൻറ്റ് ഫർദറായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പെർമനൻറ്റ് ആദ്യം ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും റിസർവ് മാർജിൻ ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വീണ്ടും അതിനെ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഇസ് നീഡഡ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ തുടക്കകാലത്ത് ആവശ്യം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതെന്താണ്? ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടി വരുന്ന, അതിന് ദൈനംദിനമായിട്ട് ആവശ്യം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് റിസർവ് മാർജിനാണ്. അതെന്താണ്? ദി എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ നമുക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിന് പുറമെ ഒരു എക്സസ് ആയിട്ടൊരു വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ഉണ്ടെങ്കിൽ അതാണ് എന്ത്? റിസർവ് ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇത് മൂന്നുമാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ, സെക്കൻഡ് വൺ ഈസ് റെഗുലർ ആൻഡ് ദ തേർഡ് വൺ ഈസ് റിസർവ് മാർജിൻ ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, എനി എമൗണ്ട് ഓവർ ആൻഡ് അബവ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൾഡ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മുകളിൽ വരുന്ന എല്ലാ വർക്കിംഗ് ക്യാപിറ്റലും എന്താണ്? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അത് എന്താണ്? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. വൺ ഈസ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വൺ ഈസ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, താഴെ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ അതേമാതിരി ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇതിന് താഴെ വരുന്നത് ഈ പോർഷൻ എന്താണ്? ഇത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇതിന് മുകളിൽ വരുന്ന ഈ ഒരു പോർഷനാണ് എന്ത്? വേരിയബിൾ. അപ്പോൾ എന്താണ്? ഇതിങ്ങനെ വേരിയബിലിറ്റി ആയിട്ടാണ് പോകുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന് മുകളിലാണ് വരുന്നത്. ഇത് തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനെയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ടുള്ള വരുന്നുണ്ട് സബ് പോയിൻറ്റ്സ് ആണ്. പക്ഷേ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളല്ല. ഇതൊന്ന് ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ, ഇത് ബിസിനസ് വളരുമ്പോൾ നമ്മുടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വളരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഫിക്സഡ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇതൊരു മാറ്റമില്ലാതെ വർക്കിംഗ് ക്യാപിറ്റൽ തുടരും. ഇതിന് മുകളിൽ വരുന്നതാണ് എന്ത്? വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നീഡ് ആൻഡ് റോൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നീഡ് അല്ലെങ്കിൽ റോള് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യങ്ങൾ പെട്ടിട്ട് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ താഴെ ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണങ്ങളാണ്.
അപ്പോൾ ഇവിടെ വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിപ്പോൾ സ്കിപ്പ് ചെയ്യാം. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇതിൻ്റെ പോയിന്റ്സ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിന്റ്സ് ശ്രദ്ധിക്കുക. ദ സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ താഴെ പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സിഗ്നിഫിക്കൻസ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ആഡ്വക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ്സ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. അതായത് പ്രൊഡക്ഷൻ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇംപ്രൂവ്സ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. സെക്കൻഡ് പോയിന്റ് ഇതാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഡിക്കേറ്റ്സ് കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കമ്പനി എത്രമാത്രം ഫിനാൻഷ്യലി സൗണ്ട് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ എക്സ്പ്ലോയിറ്റ് എൻ്റർപ്രൈസ് ടു എക്സ്പ്ലോയിറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ഹെൽപ്പ് എൻ എൻ്റർപ്രൈസ് ടു എക്സ്പ്ലോയിറ്റ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ സഹായിക്കും. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എൻട്രസ്റ്റ് സെക്യൂരിറ്റി, കോൺഫിഡൻസ് ആൻഡ് ലോയൽറ്റി നോട്ട് ഓൺലി ത്രൂ ഔട്ട് ബിസിനസ് ബട്ട് ഓൾസോ എമംഗ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, സെക്യൂരിറ്റി വർദ്ധിപ്പിക്കും, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും, ലോയൽറ്റി വർദ്ധിപ്പിക്കും. ആർക്കൊക്കെ? കസ്റ്റമേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും. ഓക്കെ, അപ്പോൾ അതും എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. ഇനി അടുത്തത്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ് ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത്, ഇഫ് കമ്പനീസ് മെയിൻറ്റെയിൻ ആഡ്വക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വേരിയസ് ക്രൈസിസ് സച്ച് ആസ് റിസഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ എക്സെട്ര ക്യാൻ ബി ഈസിലി റിസോൾവ്ഡ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഈസിലി റിസോൾവ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ സഹായിക്കുന്നത്. റിസഷൻ, സാമ്പത്തിക മാന്ദ്യം വരികയാണെങ്കിൽ, ടെക്നോളജിക്കൽ ചേഞ്ചസ് വരികയാണെങ്കിൽ, കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ, ഈ വക കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എന്താണ് നേരിടാൻ കമ്പനിക്ക് സഹായകമാകും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ബിസിനസ് ക്യാൻ എവെയിൽ ക്യാഷ് ഡിസ്കൗണ്ട് ബൈ മേക്കിംഗ് പ്രോപ്റ്റ് പേയ്മെൻറ്റ്. അത് നമുക്കറിയാം, കൃത്യമായി കടം കൊടുക്കുമ്പോൾ ഡെപ്റ്റർ തരുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കടങ്ങളൊക്കെ സമയത്ത് നമുക്ക് വീട്ടാൻ സാധിക്കും. അങ്ങനെ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. അത് ബിസിനസ്സിൻ്റെ ഏണിംഗ് ആണ്, ഇൻകമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, എ ഫേം വിത്ത് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഏബിൾ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മീനിങ് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡേ ടു ഡേ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ സഹായകമാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ്സ്. ഇതിൽ ഏതെങ്കിലും 5-6 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റ് വരെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഡേഞ്ചേഴ്സ് ആണ്, വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ. ഒന്ന് ഇൻആഡ്വക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഡേഞ്ചേഴ്സ് ആണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ബിസിനസ് ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നെന്താണ് ഫേമിന് കൃത്യമായ അഡ്വാൻറ്റേജസ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ സാധിക്കില്ല. കാര്യം പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറേ ഓർഡർ വന്നു, സ്റ്റോക്ക് എടുക്കാൻ കയ്യിൽ ഫണ്ടില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ എന്താണ് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. അങ്ങനെ എന്താണ് എല്ലാ ഓപ്പർച്യൂണിറ്റീസും എടുത്തുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ ബിസിനസ്സിന് സാധിക്കില്ല. ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടില്ല, ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ എന്താണ് പെട്ടെന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അതേമാതിരി ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ് കടം കൃത്യമായിട്ട് വീട്ടുമ്പോൾ കിട്ടുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇതൊന്നും ലഭിക്കില്ല. പിന്നെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. ക്രെഡിറ്റേഴ്സിന് എന്താണ് കോടതി പോകും. അവർ നമുക്ക് എന്താണ് പൈസ അടയ്ക്കാൻ ഇല്ലെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യും, അത് കുറയും. ഡിവിഡൻഡ് പോളിസിയെ ബാധിക്കും. പിന്നെ എന്താണ് ഫിക്സഡ് അസറ്റ് കൃത്യമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ. കാരണം ഫിക്സഡ് അസറ്റിന് നമുക്ക് എന്ത് വേണം, മെയിൻ്റനൻസ് വേണം, അതിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, അപ്പോൾ ഈ വക ഡേഞ്ചേഴ്സൊക്കെ ഇൻആഡ്വക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലുണ്ട്. ഇനി എന്താണ് നമുക്ക് അടുത്തത്, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ എന്തൊക്കെ ഡേഞ്ചേഴ്സാണ് വരിക നോക്കാം. അത് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഒന്നെന്താ പറയുന്നത്, ഐഡിൽ ഫണ്ട് വരും. ഫണ്ട് വെറുതെ കിടക്കും. കൂടുതൽ ആവശ്യത്തിലധികം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫണ്ട് വെറുതെ കയ്യിൽ കിടക്കും. അതൊരു പ്രോഫിറ്റ് ഇല്ലാത്ത ഫണ്ടായി വരും. കാര്യം നമുക്കത് ബാങ്കിലല്ല കിടക്കുക, നമ്മുടെ കയ്യിലാണ് കിടക്കുക വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് വരില്ല. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഷെയറിൻ്റെ വാല്യൂ ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട് വെറുതെ അനാവശ്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കിടക്കുകയാണെങ്കിൽ. മൂന്നാമത്തെ പോയിന്റ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് മേ ഡിറ്ററേറ്റ്. അതായത് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എന്താണ് കുറയാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ പോയിന്റ്, സ്പെക്കുലേഷൻ ചാഞ്ചാട്ടം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താണ്, നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കാശ് വെറുതെ കയ്യിൽ കിടന്നതാണ് നമ്മളിങ്ങനെ ഈ സ്പെക്കുലേഷൻ ബിസിനസ്സിലേക്കൊക്കെ ഇടാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് നഷ്ടം സംഭവിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഒരു ലിബറൽ ഡിവിഡൻഡ് പോളിസി മാനേജ്മെൻറ്റ് സ്വീകരിക്കും. അപ്പോൾ അത് എൻകറേജ് ചെയ്യും. അത് നല്ലതല്ല സ്ഥാപനത്തിന്. പിന്നെ എന്താണ്, ഇൻഎഫിഷ്യൻസി വർദ്ധിക്കും. അപ്പോൾ ഇതാണ് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഡേഞ്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നാഡ്വക്കേറ്റ് ആണെങ്കിലും എക്സസീവ് ആണെങ്കിലും എന്താണ് രണ്ടും ഡേഞ്ചേഴ്സ് ഉണ്ട്. അത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഓപ്പറേറ്റിംഗ്
സൈക്കിൾ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ശ്രദ്ധിക്കുക, അതൊരു പുതിയ കോൺസെപ്റ്റാണ്, ഒരു ന്യൂ കോൺസെപ്റ്റാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ. എ ന്യൂ കോൺസെപ്റ്റ് വിച്ച് ഇസ് ഗെയിനിങ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഫേഴ്സ് ടു ദി ആവറേജ് ടൈം elapses between purchase of raw material and the final cash realization. അതായത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇത് നമ്മൾ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിനിഷ്ഡ് ഗുഡ്സ് തയ്യാറാക്കും. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വിറ്റിട്ട് നമുക്ക് എന്ത് കിട്ടണം? ക്യാഷ് കിട്ടണം. അപ്പോൾ ഇത് വാങ്ങി ഇത് ക്യാഷ് ആകുന്ന വരെയുള്ള എന്താണ് അതിൻ്റെ ആവറേജ് ടൈമിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൂടുതലായിട്ടും അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ, so this time gap is technically termed as operating cycle. ഓക്കെ, അപ്പോൾ അതിന് ഓപ്പറേറ്റിംഗ് സൈക്കിളിലൊരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ്? ഇൻ കേസ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ കേസ് പറയുകയാണെങ്കിൽ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ദ ലെങ്ത് ഓഫ് ടൈം നെസസറി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സൈക്കിൾ ഇവൻറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് ടു കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽ. ആദ്യം റോ മെറ്റീരിയൽ വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്, പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽ. ദെൻ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റുക, മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് അതിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമുക്ക് വിൽക്കുക. അപ്പോൾ അതിനുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫുൾ എമൗണ്ട് കിട്ടിക്കോളുന്നില്ല, അത് ചിലപ്പോൾ റിസീവബിൾസ് ആവാം. ഓക്കെ, ട്രേഡ് റിസീവബിൾസ് ആവാം, അല്ലെങ്കിൽ BR ആവാം. അപ്പോൾ ഈ പൈസ ക്യാഷായി കിട്ടുന്നതിൻ്റെ ഈ ഒരു സൈക്കിളിൻ്റെ പേരാണെന്ത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓക്കെ, ആ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു വർക്കിംഗ് പ്രോഗ്രസ്, കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ആൻഡ് കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ്, ആൻഡ് കൺവേർഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിളിൻ്റെ സൈക്കിളിൽ വരുന്ന സ്റ്റെപ്സ് ഇതൊക്കെയാണ്. അത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ നിങ്ങൾ എന്താണ് അത് ചോദിക്കുകയാണെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അതേപോലെ ആ സ്റ്റെപ്സ് നിങ്ങൾ അതിന് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. ആ ഇമേജും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ നേച്ചറാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ പ്രൊഡക്ഷൻ സൈക്കിളാണ്. അപ്പോൾ ആദ്യം ബിസിനസ്സിൻ്റെ നേച്ചർ, ട്രേഡിംഗ് ആണോ മാനുഫാക്ചറിങ് ആണോ, അതിനനുസരിച്ച് എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റിന് മാറ്റങ്ങൾ വരും. ഇനി രണ്ടാമത്തെ പോയിന്റ് പ്രൊഡക്ഷൻ സൈക്കിളാണ്. അപ്പോൾ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആകുന്നു പ്രൊഡക്ഷൻ സൈക്കിൾ, അതിന് മാത്രം എന്താണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കൂടും. കാര്യം ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ എന്താണ് ദൈർഘ്യം വർദ്ധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സൈസ്, കൂടുതൽ വലിയ സൈസ് സ്ഥാപനമാണെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് വേണം? കൂടുതൽ വേണം. ഇനി ചെറുതാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി, വൈസ് വേഴ്സ. ഇനി നാലാമത്തെ പോയിന്റ് ടേൺ ഓവർ. ഓക്കെ, അപ്പോൾ ടേൺ ഓവർ എന്താണ്? സ്പീഡ് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്കവേർഡ്. എത്ര വേഗതയിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റിക്കവർ ചെയ്യുന്നുള്ളതാണ് ടേൺ ഓവറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടേൺ ഓവർ കൂടുതലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ഇനി ടേൺ ഓവർ കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ടേംസ് ഓഫ് ട്രേഡ്. നമ്മൾ കൂടുതലും ക്രെഡിറ്റിനാണ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നു. നമ്മൾ എന്താണ് ക്യാഷ് റിയലൈസേഷൻ വളരെ കുറവായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അത്തരം ടേംസ് ഓഫ് ട്രേഡിലാണ് നമ്മൾ എന്താണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കൂടുതൽ വേണം, പെട്ടെന്ന് ക്യാഷ് നമുക്ക് ലഭിക്കില്ല. ഇനി നമ്മുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ റിസഷൻ പോലത്തെ സമയമൊക്കെ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇനി എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നേച്ചറും വാല്യൂ അനുസരിച്ച് എന്താണ് അതനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇനി സീസണൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന നേരത്ത് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻസ് വരും. പിന്നെ എന്താണ് മാനുവൽ ലേബർ ആണോ അല്ലെങ്കിൽ മെഷീൻ ആണോ അതിനനുസരിച്ച് എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റങ്ങൾ വരാം, പ്രൊഡക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഇനി 10ാമത്തെ പോയിന്റ് പറയുന്നത് ഗ്രോത്തും എക്സ്പാൻഷനും. ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കൂടുന്ന നേരത്ത് നിന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കൂടുതലായിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 ഫാക്ടേഴ്സും നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ വിവരണം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെച്ചേക്കുക. പക്ഷേ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ കോർ അസെറ്റ് കറണ്ട് അസെറ്റ്. അപ്പോൾ CC എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് കോർ കറണ്ട് അസെറ്റ്? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ദ ടേം ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ
was used for the first time by Tandon Committee in its report in 1974. It represents the minimum amount of investment in raw materials, work in progress, ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് 1974 ടണ്ടൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എമൗണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിലൊക്കെ, റോ മെറ്റീരിയലിൽ, വർക്കിംഗ് പ്രോഗ്രസ്സിൽ, ഫിനിഷ്ഡ് ഗുഡ്സിൽ, നമ്മൾ സ്റ്റോക്കിൽ വെക്കുന്ന മിനിമം റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അതിൽ നിക്ഷേപിക്കേണ്ട തുക എത്രയാണെന്നുള്ളതിൻ്റെ ഒരു മിനിമം എമൗണ്ട് ആണ് ഈ പറയുന്ന ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോർ കറണ്ട് അസെറ്റ്. ഓക്കെ, ക്യാഷ് ബാലൻസ് ഒക്കെ ആയിട്ട്. Which an industrial enterprise is required to carry on a certain level of activity. It is the irreducible minimum amount. അതായത് അതിൽ കുറയാൻ പാടില്ല. ആ ഒരു മിനിമം എമൗണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ. ഓക്കെ, ക്യാഷ് വരെയുള്ള ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ. ഓക്കെ, irreducible minimum amount of current asset required through the year for maintaining the circulation of current asset. ഓക്കെ, അപ്പോൾ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഇസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് അറ്റ് ലോവസ്റ്റ് പോയിന്റ്. അപ്പോൾ മിനിമം വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ശ്രദ്ധിക്കുക. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു മീനിങ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തുക, ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാര്യം ഒരു കൃത്യമായിട്ടൊരു ഉത്തരമാണ് തരുന്നത്. അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി മാനേജ് ചെയ്യുന്നതിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഇനി ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സ്മിത്ത്, working capital management is concerned with the problems that arise in attempting to manage the current assets, current liabilities and interrelationship that exist between them. ഇത് രണ്ടും മാനേജ് ചെയ്യലാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ശ്രദ്ധിക്കാം. ദർ ആർ 2 objectives. One is maintenance of working capital and the second point is availability of funds at the time of need. കൃത്യമായ സമയത്ത് ഫണ്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതുമാണ് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസിൽ പറയുന്നത് എന്താണ്, about 50% to 70% capital of a manufacturing firm is invested in current asset. In capital budgeting, we consider about fixed investment in very detail. That is nearly 30% to 50% of total fund. Hence, management of current asset get proper attention to the management. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ 50% മുതൽ 70% വരെ കറണ്ട് അസറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. പക്ഷേ ഫിനാൻസിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഫിക്സഡ് അസറ്റ്സിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫിക്സഡ് അസറ്റ്സ് ക്യാൻ ബി അക്വയർഡ് ഈവൺ ഓൺ ലീസ് ബട്ട് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് ഫോർ കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമുക്ക് വേണമെങ്കിൽ പാട്ടത്തിന് വരെ എടുക്കാം. അതായത് എന്താണ്, റെൻറ്റ് കൊടുത്താൽ മതി അതിന്, അല്ലെങ്കിൽ ആ ഒരു നമ്മളെന്താണ് ലീസിന് കൊടുക്കുന്ന പീരിയോഡിക്കൽ എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷേ എന്താണ്, കറണ്ട് അസറ്റ് നമുക്ക് കാശ് കൊടുത്ത് അപ്പോൾ തന്നെ വാങ്ങാനേ സാധിക്കുള്ളൂ. അത് എന്താണ്, കടമായിട്ട് വാങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ സെയിൽ ഓഫ് എ ഫേം ആൻഡ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റും ഒരു സ്ഥാപനത്തിന് നടക്കുന്ന വിൽപ്പനയും തമ്മിൽ എന്താണ് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കറണ്ട് അസറ്റിൻ്റെ കറണ്ട് ലയബിലിറ്റിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാലാമത്തെ പോയിന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആർ ജനറലി ഫിനാൻസ് ത്രൂ ഔട്ട്സൈഡ് സോഴ്സ്. സോ എ കണ്ടിന്യൂസ് എഫേർട്ട് ഈസ് നെസസറി ടു യൂട്ടിലൈസ് ദം ഇൻ ദ ബെസ്റ്റ് വേ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ട ഫിനാൻസ് എപ്പോഴും ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്മോൾ ഫേംസ്. ചെറിയ സ്ഥാപനങ്ങൾക്കും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്. ഇനി അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഈ നോട്ട്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോവുക. വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലാതെ എങ്ങനെയാണ് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് കണക്കാക്കുന്നതാണ്. അപ്പോൾ അത് പ്രോബ്ലം വരുന്ന നേരത്തെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാമെന്നല്ലാതെ വെറുതെ ഇതിൻ്റെയൊക്കെ തിയറി പഠിച്ച് സമയം കളയാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വായിച്ചിട്ട് പോവുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക നിങ്ങൾ. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
അപ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ഉള്ളത് അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഉള്ളത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്? ഫസ്റ്റ് വൺ എന്താണ്? നെറ്റ് കറൻറ്റ് അസെറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. നെറ്റ് കറൻറ്റ് അസെറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. The second method is operating cycle method. The third method is projected balance sheet method. First one is net current asset forecasting method. Second one is operating cycle method. The third one is projected balance sheet method. Third one projected balance sheet method. Fourth one is adjusted P&L account method. The ഫിഫ്ത്ത് മെത്തേഡ് ഈസ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട് ഓരോ മെത്തേഡിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നെറ്റ് കറൻറ്റ് അസെറ്റ് ഫോർകാസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ആൻഡ് വൈഡ്ലി യൂസ്ഡ്, അധിക പേര് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഫോർ എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ഫസ്റ്റ് ഓഫ് ഓൾ വാല്യൂ ഓഫ് ഈച്ച് കറണ്ട് അസെറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. ഓരോ കറണ്ട് അസെറ്റിൻ്റെയും വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്? കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഗീവ്സ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ദി ഫേം. ഓക്കെ, കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ഡിഫറൻസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കൂടുതലും ഇത് ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഇങ്ങനെ വരും. ഇതിനൊരു ഫോർമാറ്റ് കൊടുത്ത് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ കറണ്ട് അസെറ്റ്സ് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ നിങ്ങൾ കറണ്ട് അസെറ്റ്സ് ഫുള്ളായിട്ട് ഇവിടെ എഴുതുക. ക്യാഷ് ടു അത് കറണ്ട് അസെറ്റ്സ്, ഡെപ്റ്റേഴ്സ് വരാം, സ്റ്റോക്ക് വരാം. അതേപോലെ കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. അപ്പോൾ ഈ കറണ്ട് അസെറ്റ്സിൻ്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് പ്രൊവിഷൻസോ കോണ്ടിജൻസീസോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നോട്ട്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ്സ് ഷുഡ് ബി ഇഗ്നോർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഇഗ്നോർ ചെയ്യണം. അതേപോലെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ഷുഡ് ബി ടേക്കൺ അറ്റ് കോസ്റ്റ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. എപ്പോഴും കോസ്റ്റ് വാല്യൂലായിരിക്കണം സ്റ്റോക്കും ഡെപ്റ്റേഴ്സും എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രേഡിംഗ് കൺസേൺ. എങ്ങനെയാണിത് കണക്കാക്കുക? നമ്മുടെ നെറ്റ് കറണ്ട് അസെറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ. ഇനി അടുത്തത് മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് പ്രോഗ്രസ്, റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്ത് നിങ്ങൾ റോ മെറ്റീരിയൽ കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്ത് അത് റോ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ചെയ്ത് ആഡ് ചെയ്യുക. അത് 4 months സെയിലാണ്. ഇനി അടുത്തത് സൺട്രി ഡെപ്റ്റേഴ്സ് ചെയ്തുക ഓർ റിസീവബിൾസ് ചെയ്തുക, റോ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ചെയ്ത് ആഡ് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? ബാലൻസ് ഓഫ് ക്യാഷ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതർ ഐറ്റംസ് കറണ്ട് അസെറ്റിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കറണ്ട് അസെറ്റ് എഴുതി വെക്കുക. ഓക്കെ, അത് മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോഴാണ് ഈ ഫിനിഷ്ഡ് ഗുഡ്സും ഡെപ്റ്റേഴ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. റോ മെറ്റീരിയലിനൊക്കെ അതേപോലെ ഡയറക്റ്റ് ലേബറൊക്കെ നമുക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. പിന്നീട് കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ് ചെയ്ത റോ മെറ്റീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ് എഴുതി വെക്കുക. അതേഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കറണ്ട് അസെറ്റിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ള എമൗണ്ട് കൂടെ എഴുതുക. അത് മൈനസ് ചെയ്യുക. കറണ്ട് അസെറ്റിൽ നിന്ന് അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്തെങ്കിലും പ്രൊവിഷൻസോ കോണ്ടിജൻസീസോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ലഭിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നോട്ട്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഇഗ്നോർ ചെയ്യണം വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എന്താണ്? പ്രോഫിറ്റ് മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഈവൻ ഇഫ് പ്രോഫിറ്റ്സ് are used for working capital, it has to be reduced by the amount of income tax. ഇൻകം ടാക്സ് കുറയ്ക്കണം, ഡ്രോയിങ്സ് കുറയ്ക്കണം, ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് മാത്രമേ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി എന്താണ്? കാൽക്കുലേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആസ് റിഗാർഡ്സ് ടു മെറ്റീരിയൽ. അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കഴിഞ്ഞു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. അതിനനുസരിച്ചിട്ടായിരിക്കണം വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് നോട്ടിൽ പറയുന്നത്. ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 1. On 1st January 2020, the Board of Directors of X Limited decides to know the amount of working capital that will be required to meet the programs they have planned for the year. From the following information, prepare an estimate of working capital requirement. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന
ഇൻഫർമേഷൻസിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതായത് 1/1/2020 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അവർ മീറ്റിംഗ് കൂടി താഴെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇഷ്യൂഡ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട് 2 ലക്ഷം, ഡിബഞ്ചേഴ്സ് 8% ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് 50,000, ഫിക്സഡ് അസറ്റ് കൊടുത്തിട്ടുണ്ട് 1 ജാനുവരി പ്രകാരം 1,25,000. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വാസ് 60,000. കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ 60,000 ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഡ്യൂറിങ് 2020. 2020 അതുതന്നെ എന്താണ് ഫോളോ ചെയ്യുന്നതാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ 60%, ഡയറക്റ്റ് വേജസ് 10%, ഓവർ ഹെഡ് 20%. വീണ്ടും ഫർദർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോഴ്സ് ഓൺ ആൻ ആവറേജ് ഓഫ് 2 months. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസങ്ങൾ 2 മാസമാണ് ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ 2 മാസമാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റോർ 2 മാസമാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പ്രോസസ്, അതായത് അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് എന്താണ് 1 മാസമാണ് എടുക്കുക. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ഇൻ ദ വെയർ ഹൗസ്. എത്ര മാസം വെയർ ഹൗസിൽ നിൽക്കുന്നു വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 3 മാസം നിന്നിട്ടാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തുക. ഇനി 4മത്തത് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് എത്ര മാസം കൊണ്ട് നമ്മൾ കൊടുക്കുക? 2 മാസം കൊണ്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് 2 മാസം കൊണ്ടാണ് കടം കൊടുത്ത് തീർക്കാറുള്ളത്. ഇനി ക്രെഡിറ്റ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് ഈസ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്. ഡെപ്റ്റേഴ്സിന് എന്താണ് സാധനം വിറ്റ് കഴിഞ്ഞാൽ അവർ 3 മാസത്തിന് ശേഷം പൈസ അടയ്ക്കുള്ളൂ ഡെപ്റ്റേഴ്സ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 5 രൂപയാണ്. ദർ ഈസ് റെഗുലർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ സൈക്കിൾ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ഫോർമാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. നമ്മൾ തയ്യാറാക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മളിവിടെ എഴുതേണ്ടത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് എഴുതേണ്ടത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. 2 മാസത്തെ റോ മെറ്റീരിയലാണ് നമ്മൾ കറണ്ട് അസറ്റിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 15,000 × 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 മാസം എന്നുള്ളതാണ് റോ മെറ്റീരിയലിൻ്റെ കാലാവധിയായിട്ട് കൊടുത്തിരിക്കുന്നത്, ആവറേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2 മാസമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 മാസം എന്ന് എഴുതുന്നത്. ഓക്കെ, ഈ 15,000 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ യൂണിറ്റ് 60,000 ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 5 രൂപയാണ്. അപ്പോൾ 60,000 × 5 എത്രയാണ് എമൗണ്ട് വരിക? 3 lakh വരും. ഓക്കെ ഓക്കെ, ആ 3 lakh, അപ്പോൾ നമുക്ക് കിട്ടിയ 3 lakh എഴുതി വെക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, റോ മെറ്റീരിയൽസ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്, അത് 60% ആണുള്ളത്. അപ്പോൾ 60 / 100, അതിന് പ്രതിമാസം എടുക്കുമ്പോൾ 1 / 12. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 15,000 കിട്ടുക. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ പ്രതിമാസം വരുന്നത് 15,000 രൂപയാണ്. അത് 2 മാസമാകുമ്പോൾ 30,000. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിൽ 1 മാസത്തെ കണക്കാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഇവിടെ 30,000 വരുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഓരോന്നും എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് എന്താണ് മെറ്റീരിയൽ 15,000 എടുക്കുക. ഇനി ലേബറിൻ്റെ ചാർജ് നമുക്ക് നോക്കാം. ലേബർ നമ്മുടെ 3 lakh. ശ്രദ്ധിക്കുക, വേജസ് കൊടുത്തിരിക്കുന്നത് 10% ആണ്, ഓവർ ഹെഡ് 20% ആണ്. അപ്പോൾ നമ്മുടെ ലേബർ നോക്കുന്ന നേരത്ത് വേജസാണ് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ 3 lakhൻ്റെ 60% ആയിരുന്നു നമ്മൾ റോ മെറ്റീരിയൽ കണ്ടത്. ഇവിടെ എന്ത് ചെയ്യുക? 10 / 100 × 1/12 എന്ന് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓവർ ഹെഡ് എന്താണ് 3 lakh × 20 / 100 × 1/12. എന്നിട്ട് ഇതിനെ നമ്മൾ പകുതിയാക്കണം. ഓക്കെ, വർക്കിംഗ് പ്രോഗ്രസ്സിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഹാഫ് ആക്കുക ലേബറിനെ. അപ്പോൾ 2,500 നമുക്ക് കിട്ടിയത്, അതായത് 3 lakh × 10 / 100 × 1/12. 1/12 ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് 2,500 കിട്ടുക. ഇത് ഇവിടെ 20% വരുമ്പോൾ 5,000 വരും. അതിൻ്റെയൊക്കെ നമ്മൾ ഹാഫ് ആക്കുന്ന നേരത്ത് ഈ എമൗണ്ടുകളാണ് വരിക. ഓക്കെ, ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇനി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യുക? ഈ കിട്ടിയ 15,000നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? അതും 3 മാസത്തേക്കാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അതും എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എഴുതുക. ഓക്കെ, കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ നമ്മൾ ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതുക.
ക്രെഡിറ്റേഴ്സ് എന്താണ് 2 മാസത്തേക്കുള്ളത് 30,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്. കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുക. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്താൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റ് മെത്തേഡായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് എ ഡ്യൂറേഷൻ ടൈം വിത്തിൻ വിച്ച് വൺ സൈക്കിൾ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നുള്ളത്. അതായത് റോ മെറ്റീരിയൽ വാങ്ങുന്നത് മുതൽ അത് എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സായി മാറി അതിൻ്റെ ക്യാഷ് റിയലൈസ് ചെയ്യുന്ന ടൈം വരെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ മെത്തേഡിൽ നമുക്കതിൻ്റെ ഇക്വേഷനിലേക്ക് മെല്ലെ കിടക്കാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. O is equal to R plus W plus F plus D minus C. ഓക്കെ, മൈനസ് സി. അപ്പോൾ ആർ എന്താണ്? റോ മെറ്റീരിയൽ ഓഫ് ആവറേജ് സ്റ്റോറേജ് പീരീഡ് ആണ്. റോ മെറ്റീരിയൽ ഓഫ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്. ഇനി W എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഓഫ് ആവറേജ് പീരീഡ്. ഇനി എഫ് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് ആവറേജ് പീരീഡ് ആണ്. ആവറേജ് സ്റ്റോറേജ് പീരീഡ് ആണ്. ഡി ഇസ് ഡെപ്റ്റേഴ്സ് ആൻഡ് സി ഇസ് ക്രെഡിറ്റേഴ്സ്. ഇത് ഡെപ്റ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ഇത് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ഓക്കെ, ഇത് ഡെപ്റ്റേഴ്സ് കറക്ഷൻ പീരീഡ്. ഇത് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ഇത് എന്താണ്? O എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കണ്ട ഓരോന്നിനും എന്താണ് അതിൻ്റേതായിട്ടുള്ള ഇക്വേഷൻസ് വേറെ സബായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ ആണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കാണുന്നത് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി രണ്ടുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കിട്ടും. ഇനി ഡെയിലി കൺസംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡിവൈഡ് ബൈ 365 ആണ്. ഓക്കെ, ഇനി ഇൻ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 365 ചെയ്താലും എന്ത് കിട്ടും? ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇഫ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇസ് നോട്ട് ഗിവൺ ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പോൾ കോസ്റ്റ് നമ്മുടെ ഈ പറയുന്ന മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടില്ലെങ്കിൽ അതിനൊരു ഇക്വേഷൻ വേറെ തന്നിട്ടുണ്ട്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ഏകദേശം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന പോലെയൊക്കെ തന്നെ അക്കൗണ്ട്സിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഇക്വേഷൻ ഒന്ന് എന്താണ് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം അതേപോലത്തെ ഒരു ഇക്വേഷനാണ് ഇതിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോ മെറ്റീരിയലിനെ കുറിച്ചിട്ട്. ഇനി ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ഏകദേശം സാമ്യമുള്ളൊരു ഇക്വേഷൻ തന്നെയാണ് അടുത്തതും വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഓരോന്നും എന്താണ് നമുക്കൊരു കണക്ഷൻ ലഭിക്കും. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈക്വൽ ടു ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ 2. ഇനി ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ലഭിക്കണമെങ്കിൽ എന്താണ്? ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിവൈഡ് ബൈ 2. ഇനി അത് ഷോർട്ടായിട്ട് ഈ ആവറേജ് പീരീഡ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടില്ലെങ്കിൽ എന്താണ്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജസ് പ്ലസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജസ് പ്ലസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, നേരത്തെ ഈ ഒരു ഇക്വേഷനായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് ഈ ഒരു ഇക്വേഷനും. ഓക്കെ, ഇനി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആവറേജ് സ്റ്റോറേജ് പീരീഡ് എങ്ങനെ നോക്കാം? ഇക്വേഷൻ ശ്രദ്ധിക്കുക. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഈ പറയുന്ന ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ 2. ഇനി ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ 365. നേരത്തെ കണ്ട പോലെ തന്നെ നേരത്തെ ഇക്വേഷനിലൊക്കെ ഉള്ള പോലെ തന്നെ എന്താണ് ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ് അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 365. ഇനി ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി
ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ശ്രദ്ധിക്കുക, ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതിവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ 2. ഇനി ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ 365. അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് കിട്ടണമെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആവറേജ് ക്രെഡിറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റർ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റർ ഡിവൈഡ് ബൈ 2. ഇനി ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ 365 ആണ്. ഇനി ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് മറ്റൊരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365 ആണ്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിലെല്ലാം പഠിച്ചു പോകണം. അല്ലാതെ അപ്പോൾ ഇത് തമ്മിൽ എന്തുണ്ട്, ഓരോന്നുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരേ രീതിയിലാണ് എല്ലാ ഇക്വേഷനും പോകുന്നത്. ഓക്കെ, ഒരുപാട് ഇക്വേഷൻ ഉണ്ടെന്ന് വെച്ച് കരുതി പേടിക്കേണ്ട, ഒരേ രീതിയാണ്, ഒരു പാറ്റേൺ ആണ് എല്ലാ ഇക്വേഷനും വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ, കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷനാണ് 365 ഡിവൈഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓക്കെ, പിന്നെ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത് പറഞ്ഞത്, ഇത് അതിൻ്റെ ഇക്വേഷൻ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. എക്സാമ്പിൾ 2 നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 2, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ മാനുഫാക്ചറിങ് കൺസേൺ കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, പീരീഡ് കവേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 365 ഡേയ്സ് ആണ്. ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 16 ഡേയ്സ് ആണ്. ഓക്കെ, റുപ്പീസിന് തൗസൻഡ്സിലാണ്. അപ്പോൾ ഒന്ന് നേടി കഴിഞ്ഞാൽ 1000 എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പിന്നെ ആവറേജ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 480 ആണ്. അതിന് 1000 ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരും 4,80,000 വരും. ഇനി റോ മെറ്റീരിയൽ കൺസംഷൻ അതിന് 1000ലേക്ക് മാറ്റുക. അപ്പോൾ എത്ര വരും, ഇവിടെ 3 0 ഇട്ടാൽ 44 ലക്ഷം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊടുത്തിരിക്കുന്നത് 10,000 ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കൊടുത്തിരിക്കുന്നത് 10,500 ആണ്. സെയിൽസ് ഓഫ് ദി ഇയർ കൊടുത്തിരിക്കുന്നത് 16,000 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വാല്യൂ ഓഫ് ആവറേജ് സ്റ്റോക്ക് മെയിൻറ്റെയിൻഡ് ആയി കൊടുത്തിരിക്കുന്നത് റോ മെറ്റീരിയൽ 320, വർക്ക് ഇൻ പ്രോഗ്രസ് 350 ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് 260. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആദ്യം റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡാണ് നോക്കാനുള്ളത്. അപ്പോൾ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് നോക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കണം. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 365. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കാണാനായിട്ട് 320 ഇൻറ്റു 320 ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 4,400 ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 365 ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 27 ദിവസം. അത് കഴിഞ്ഞിട്ട് ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കൊടുക്കുമ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് നിങ്ങളെടുത്ത് ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഇവിടെ എടുത്ത് എഴുതി വെക്കുക. ഇൻറ്റു 365 ചെയ്യുക. അപ്പോൾ നമുക്ക് 13 ഡേയ്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോറേജ് പീരീഡാണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോറേജ് പീരീഡ് ശ്രദ്ധിക്കുക. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെയിൽസ് ഓഫ് ദി ഇയർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽ ആദ്യം കൊടുത്തു, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കൊടുത്തു, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കൊടുത്തു. ഒക്കെ ആവറേജ് സ്റ്റോക്ക് മെയിൻറ്റെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 260 ആണ്. അപ്പോൾ 260 എഴുതുക. ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 10,500 ആണ്. ഇൻറ്റു 365 ചെയ്യുമ്പോൾ 9 ഡേയ്സ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡാണ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത്
ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ആണ്. ഓക്കെ, അപ്പോൾ 480 ഇൻറ്റു 365 ഡിവൈഡ് ബൈ 16. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് 16,000 ആണ്. അപ്പോൾ എന്താണ് 11 ഡേയ്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. കിട്ടിയതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 60 ഡേയ്സ് വരും. ഇനി ലെസ് ആവറേജ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, അത് 16 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 60 ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഗ്രോസ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്ന് ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ ആവറേജ് ഡേറ്റ് അല്ലെങ്കിൽ ഡേയ്സ് മൈനസ് ചെയ്താൽ നമുക്ക് 44 ഡേയ്സ് കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസിന് ഇയർ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 365 ഡിവൈഡ് ബൈ 44 ചെയ്താൽ മതി. അതെന്താണ് 8.3 വരും. ഇനി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് എഴുതുമ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഇൻ ഇയർ എന്ന് എഴുതുക. അപ്പോൾ ടോട്ടൽ എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കൊടുത്തിരിക്കുന്നത് 10,500 ആണ്. ഡിവൈഡ് ബൈ ഈ കിട്ടിയ എമൗണ്ട് 8.30. അപ്പോൾ എത്ര എമൗണ്ട് വരുന്നത് വെച്ചാൽ 1,265,000 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ കൃത്യമായി കൊടുക്കും. വളരെ സിമ്പിളായിട്ട് ഇക്വേഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരിക. ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. പ്രത്യേകിച്ച് അതിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ ബേസിലായിരിക്കും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇത് മാത്രം നിങ്ങളൊരു 2 വട്ടം ചെയ്ത് നോക്കിയാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ മൊത്തത്തിൽ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അത് വെറും തിയറി മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ നോക്കേണ്ടത് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് പറഞ്ഞത് അണ്ടർ ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് അസെറ്റ്സ് എക്സ്ക്ലൂഡിങ് ക്യാഷ് എടുക്കില്ല, അല്ലാത്ത മറ്റ് അസെറ്റ്സിൻ്റെ എസ്റ്റിമേറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ മെയ്ഡ് ടേക്കിംഗ് ഇൻടു കൺസിഡറേഷൻ ദ ട്രാൻസാക്ഷൻസ് ഇൻ ദി ensuring period. Okay, thereafter a balance sheet is prepared on the basis of the forecasted asset and liabilities. It is called പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. അതായത് നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കും, ക്യാഷ് ഇല്ലാതെ എന്താണ് ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് എന്താണ് വിലയിരുത്താനായിട്ട്. അതിൻ്റെ പേരാണ് ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. ആ ഒരു മെത്തേഡാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. അതേപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡും ഉണ്ട്. എന്താണ് ഇവിടെയും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് ദി എൻഷൂയിങ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റഡ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. നെക്സ്റ്റ് വൺ എന്താണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റ് ഇസ് മെയ്ഡ് ഓഫ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻ ദ എൻഷൂയിങ് പീരീഡ്. ദ ഡിഫറൻസ് ഓഫ് ദീസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ദി സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ക്യാഷ്. അപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ എന്താണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് നോക്കി അതിന് ഡിഫറൻസ് നോക്കിയിട്ടാണ് എന്ത് ഈ പറയുന്നൊരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിലെ സോഴ്സസ് ആണ്, എവിടെ നിന്നൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അതിൽ ലോങ് ടേം സോഴ്സ് ഉണ്ട്. അതായത് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ലോങ് ടേം ബോറോയിങ്, റീറ്റേൺ ഏർണിങ്സ് ഒക്കെ ലോങ് ടേം സോഴ്സ് ആണ്. ഇനി ഷോർട്ട് ടേം സോഴ്സ് ആയിട്ട് ഫാക്ടറിങ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ബാങ്ക് ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് പീരീഡിലുള്ളതാണ് ഷോർട്ട് ടേം, ലോങ് പീരീഡിലുള്ളത് ലോങ് ടേം. ഇനി ട്രാൻസാക്ഷണറി സോഴ്സ് ഉണ്ട്. ഇതെന്താണ് ദീസ് പ്രൊവൈഡ്സ് ഫണ്ട് ടു എ ബിസിനസ് ത്രൂ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. അത് ട്രേഡിങ്ങിലൂടെയൊക്കെ കിട്ടുന്നതാണ് എന്ത് ട്രാൻസാക്ഷണറി സോഴ്സ്. അതും ഒരു സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇതെന്താണ് ഇത് വളരെ കോസ്റ്റ് ഫ്രീ ആണിത്. നമ്മളൊരു സാധനം വിൽക്കുന്നു, പൈസ വരുന്നു, പ്രോഫിറ്റ് വരുന്നു, ആ പൈസ യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ബിസിനസ് ഇറക്കുന്നു. അതാണെന്ത് ട്രാൻസാക്ഷണറി സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഓരോ സോഴ്സിനെ പറ്റിയിട്ട് എന്താണ് ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ ലോങ് ടേം സോഴ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നമുക്ക് ലോങ് ടേം സോഴ്സിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഷെയറുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഷെയർസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റേസിംഗ് പെർമനൻറ്റ് ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് എല്ലാവരും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ലോങ് ടേം പെർമനൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നെക്സ്റ്റ് വൺ ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് ആണ് നെക്സ്റ്റ് സോഴ്സ്. അപ്പോൾ എന്താണ് ഡിബഞ്ചേഴ്സ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് റേസിംഗ് ലോങ് ടേം പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം ഡിബഞ്ചേഴ്സ് എന്നാണ് കടപ്പത്രങ്ങളാണ്, ഷെയർ പോലെ തന്നെ. പക്ഷേ അത് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുക. ദേ ആർ ലൈക്ക് ലോൺ. നമ്മൾ ലോൺ എടുക്കുന്ന പോലെയാണ് ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്ത് പൈസ വാങ്ങിയാൽ. പിന്നെ ലോണാണ്, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കുക. പിന്നെ റീറ്റേൺ ഏർണിങ്സ് ആണ്, നമ്മൾ കരുതുന്ന എന്താണ് ഡിവിഡൻഡ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പനിയിലേക്ക് തന്നെ എടുത്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുക. അത് ശരിക്കും ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കേണ്ട എമൗണ്ട് ആണ്.
പക്ഷേ നമ്മളെന്താണ് അത് റിട്ടേൺ ചെയ്ത് വെച്ചിട്ട് അത് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എടുത്ത് വെക്കുക. ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നാണ് റിട്ടേൺ ഏർണിങ്ങിൻ്റെ മറ്റൊരു പേര്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലോങ് ടേം സോഴ്സിൻ്റെ പോയിന്റ്സ്. ഓക്കെ, അതൊക്കെ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഷോർട്ട് ടേം സോഴ്സ് അല്ലെങ്കിൽ ടെമ്പററി സോഴ്സിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഷോർട്ട് ടേം സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ഓക്കെ, കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഷോർട്ട് ടേം ലോണുകളൊക്കെയാണ്. പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. പിന്നെ ഇൻഡിജിനസ് ബാങ്കേഴ്സ്, അതായത് റെഗുലേഷൻസ് ഇല്ലാത്ത, RBI റെഗുലേഷൻസ് ഇല്ലാത്ത ലോക്കലായിട്ടുള്ള ഇൻഡിജിനസ് ബാങ്കേഴ്സ്. പിന്നെ ഫാക്ടറിങ് സർവീസസ്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഇടനിലക്കാരാണ്, നമ്മുടെ ക്രെഡിറ്റൊക്കെ വാങ്ങിത്തരാൻ ഇടനിലക്കാരാണ്. അപ്പോൾ അവർ മുഖാന്തരം എന്ത് ചെയ്യുക, ഷോർട്ട് ടേം ഫിനാൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ സമാഹരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ടേം കഴിഞ്ഞിട്ട് ഇത് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. നമ്മൾ ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാണുമ്പോൾ മറന്നു പോകരുത്, അതിൽ ഷെയറും ഡിബഞ്ചറൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, ഇനി ട്രാൻസാക്ഷനറി സോഴ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, കിട്ടാനുള്ള പൈസ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് കടം വാങ്ങുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഡെപ്രിസിയേഷൻ ആണ്. അതൊരു ട്രാൻസാക്ഷനറി സോഴ്സാണ്. കാര്യം അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നൊരു എമൗണ്ട് ആണ്. പിന്നെ നമ്മൾ പ്രോഫിറ്റ് നിന്ന് റൈറ്റ് ഓഫ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ആണ് ഡിപ്രിസിയേഷൻ. അപ്പോൾ അത് നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ടാക്സ് ലയബിലിറ്റീസ് ആണ്, അതും ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസാക്ഷനറി സോഴ്സിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ 3 തരമുള്ളത്: ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് ട്രാൻസാക്ഷനറി. അപ്പോൾ ഇതിന് അണ്ടറിൽ സബ് പോയിന്റ്സ് വരുന്നുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് പഠിച്ച് വെക്കുക ആദ്യം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ വിവരണങ്ങൾ ജസ്റ്റ് വായിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്ത് ചെയ്യുക, എക്സാമിനേഷനിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ്. ഓക്കെ, എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കാം. അതിന് മുമ്പ് എന്താണ് ക്യാഷ് എന്ന് ചോദിക്കാം. ക്യാഷ് ഇറ്റ് ഇസ് എ മോസ്റ്റ് ലിക്വിഡ് അസെറ്റ് ദാറ്റ് ബിസിനസ് ഓൺസ്. ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന ഏറ്റവും ലിക്വിഡായ അസറ്റാണ് ക്യാഷ്. അതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലെ ലൈഫ് ബ്ലഡ്. ഓക്കെ, അപ്പോൾ SC ബോൾട്ടൺ ക്യാഷിനൊരു ഒരു ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇസ് ദ ഓയിൽ ടു ലൂബ്രിക്കേറ്റ് എവർ ടേണിംഗ് വീൽസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ചക്രം ചലിക്കണമെങ്കിൽ എന്ത് വേണം, ക്യാഷ് വേണം. വിത്തൗട്ട് ഇറ്റ് ദ പ്രോസസ് ഗ്രൈൻഡ്സ് ടു എ സ്റ്റോപ്പ്. അതായത് ക്യാഷ് ഇല്ലെങ്കിൽ ബിസിനസ് അപ്പോൾ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ക്യാഷ് ക്യാഷ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ക്യാഷിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരാം, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വരാം. ഓക്കെ, ഇതൊക്കെ ക്യാഷായിട്ട് പരിഗണിക്കാം. ചെക്കിനെ ക്യാഷായിട്ട് പരിഗണിക്കാം, ഡ്രാഫ്റ്റിനെ ക്യാഷായിട്ട് പരിഗണിക്കാം, മണി ഓർഡറിനെ ക്യാഷായിട്ട് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ക്യാഷും ക്യാഷ് ഇക്വിവാലൻസും ആണ് ക്യാഷായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള മോട്ടീവ്സ് എന്നാണ് ചോദിക്കുന്നത്. മോട്ടീവ്സ് ഫോർ ഹോൾഡിങ് ക്യാഷ്, അതിൻ്റെ റീസൺസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ റീസൺസ് നിങ്ങൾ ശ്രദ്ധിക്കുക. മോട്ടീവ്സ് ഫോർ ഹോൾഡിങ് ക്യാഷ്, അതിൽ ഫസ്റ്റ് പോയിന്റ് ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് വിനിമയം ചെയ്യാൻ എന്ത് വേണം, ക്യാഷ് വേണം. പിന്നെ പ്രിക്കോഷന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഭാവിയുടെ ആവശ്യത്തിന് നമുക്ക് ക്യാഷ് നമുക്ക് വേണം. അതേപോലെ സ്പെക്കുലേറ്റീവ് ആവശ്യത്തിന് അല്ലേ, നമ്മൾ പെട്ടെന്ന് സാധനത്തിന് വില കൂടുകയോ വില കുറയോ, അപ്പോൾ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനൊക്കെ സാധിക്കുള്ളൂ. പിന്നെ കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് റിസർവ്സ് കൃത്യമായിട്ടുണ്ടെന്ന് ഒരു ബാങ്കിനെ ബോധിപ്പിക്കണം. അപ്പോൾ ഇതൊരു തരം കോമ്പൻസേഷനാണ്. അപ്പോൾ ആ കാര്യം കൊണ്ടും കൂടി എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കുറേ എമൗണ്ട് വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, സ്ട്രാറ്റജിക് മോട്ടീവ്. ഓക്കെ, അതൊരു സ്ട്രാറ്റജിയും കൂടിയാണ്. അതൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ക്യാഷ് കയ്യിൽ വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോട്ടീവ്സ് ഓഫ് ഹോൾഡിങ് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിന്റ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് ക്യാഷിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ് ഓഫ് എനി ബിസിനസ്. ഇറ്റ് ഈസ് ദ സോൾ അസറ്റ് അറ്റ് the commencement and termination of a business. At the commencement of business, cash is converted into expenditure and expenses. At the termination of business, assets are converted into cash. അപ്പോൾ അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ എന്താ വരിക, നമ്മൾ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അസറ്റ് വാങ്ങും. ബിസിനസ് എൻ്റെ നേരത്തെ അസറ്റ് വിറ്റിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് അതിനെ റിയലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിന് ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മീനിങ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് നിങ്ങൾ താഴെയാണ് നോക്കാനുള്ളത്. താഴെ ശ്രദ്ധിക്കുക, വാട്ട് യു മീൻ ബൈ ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിങ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതാണ് നമ്മുടെ വരേണ്ട ആൻസർ. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിങ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഉള്ളോട്ട് വരുന്നതും ക്യാഷ് പുറത്തേക്ക് പോകുന്നതും എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുന്നതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു മീനിങ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, കളക്ടിങ്, ഡിസ്ബേഴ്സിംഗ്,
investing and planning for the cash a company needs to operate its business smoothly. Good cash management can improve financial result. നല്ല ഫിനാൻഷ്യൽ റിസൾട്ട് നല്ല ക്യാഷ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നടക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് മാനേജ്മെന്റ് ഫോർകാസ്റ്റിംഗ് ആണ്, കളക്ടിംഗ് ആണ്, ഡിസ്ബേഴ്സിംഗ് ആണ്, ഇൻവെസ്റ്റിംഗ് ആണ്, പ്ലാനിംഗ് ആണ്. എന്ത് ഒരു കമ്പനിയുടെ ക്യാഷ് എങ്ങനെ ചിലവഴിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. ചോദിച്ചാൽ 3 മാർക്കിന് ചോദിക്കുള്ളൂ, അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കോപ്പ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ആണ്. ക്യാഷ് മാനേജ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് അതിനെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നത്, ക്യാഷ് മാനേജ്മെന്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ സ്കോപ്പാണ്, സാധ്യതകളാണ്. അപ്പോൾ സ്കോപ്പ് എന്താണ്? അതിൽ ആദ്യം ക്യാഷ് മാനേജ്മെന്റ് ഒരു TDS ഫംഗ്ഷനാണ്, അതായത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അത്ര ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്കോപ്പിലേക്ക് കടക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ക്യാഷ് മാനേജ്മെന്റ് സ്കോപ്പ്. ഇറ്റ് ഇൻവോൾവ്സ് ഫോളോയിങ് ആസ്പെക്ട്. താഴെ കൊടുത്തിരിക്കുന്ന ആസ്പെക്റ്റുകളാണ് അതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ക്യാഷ് പ്ലാനിംഗ് ആണ്. ക്യാഷ് പ്ലാനിംഗ് ആണ് ഫസ്റ്റ് വൺ. ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിംഗ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇൻ ഓർഡർ ടു പ്രൊജക്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ക്യാഷ് ഫോർ ഈച്ച് പീരീഡ്. അതായത് ക്യാഷിൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മാനേജ് ചെയ്യൽ, ക്യാഷ് പ്ലാനിംഗ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് മാനേജിങ് ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുക, അതായത് ഫ്ലോ ഓഫ് ക്യാഷ് ഷുഡ് ബി പ്രോപ്പർലി മാനേജ്ഡ് ഫോർ ദിസ്. അപ്പോൾ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എന്ത് ചെയ്യുക? ക്യാഷ് ഇൻഫ്ലോ പരമാവധി വേഗത കൂട്ടതിന്, മാക്സിമം സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നതൊക്കെ അതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ഒന്നും ഡിലേ ആക്കാതെ ബില്ല് കൊടുത്താലേ ക്യാഷ് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബില്ല് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ ക്യാഷ് വാങ്ങിയെടുക്കുക. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ പരമാവധി ലേറ്റ് ആക്കാൻ നോക്കുക. അതായത് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിന് ഡാമേജ് ആകാത്ത രീതിയിൽ, നമ്മളെ ക്രെഡിറ്റർക്ക് ബാധിക്കാത്ത രീതിയിൽ തന്നെ അതൊന്ന് ഒരു ദിവസമെങ്കിലും ഡിലേ ആക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണത്. എന്ത്? ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അതാണ് മാനേജിങ് ക്യാഷ് ഫ്ലോയിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മാനേജിങ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ആണ്. കൃത്യമായ ക്യാഷ് ബാലൻസ് മാനേജ് ചെയ്ത് വെക്കുക. ഓക്കെ, കൃത്യമായൊരു ക്യാഷ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ക്യാഷ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ക്യാഷ് ഐഡിയലായിട്ട് ഇടുന്നത് വളരെ മോശമാണ്. ക്യാഷ് വെറുതെ നമ്മളെ പെട്ടി കിടക്കുന്നത് ഒരു ഗുണമില്ല. കാര്യം സമയം ചെല്ലുന്തോറും ക്യാഷ് വേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഇടിയുക ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഐഡിയലാക്കാതെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് സ്കോപ്പായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ക്യാഷ് മാനേജ്മെൻറ്റ് മുഖാന്തരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വേണ്ടതാണ് പ്ലാനിങ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൺട്രോളിങ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആദ്യം എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, പിന്നെ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്, കൂടുതൽ ക്യാഷ് വരുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇംപ്രൂവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. ഈ 5 പോയിന്റ് പഠിച്ചു വെക്കുക ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട്. അടുത്തതായിട്ട് നോക്കാനുള്ളത് ടെക്നീക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. എന്തൊക്കെ ടെക്നീക്സ് ആണ് ക്യാഷ് മാനേജ്മെൻറ്റിൽ ഉള്ളത് എന്നാണ്. ടെക്നീക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാഷ് മാനേജറുടെ ഗോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായി എന്താണ് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടും ക്യാഷൊക്കെ കൃത്യമായി സർപ്ലസ് വരുത്താൻ ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്നീക്സിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ഈ 3 ടെക്നീക്സാണ് ക്യാഷ് മാനേജ്മെൻറ്റിന് വരുന്നത്. ആദ്യത്തേത് സിങ്ക്രണൈസ് ക്യാഷ് ഫ്ലോ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? സിങ്ക്രണൈസ് ക്യാഷ് ഫ്ലോ ആണ്. സെക്കൻഡ് വൺ ആക്സലറേറ്റ് ക്യാഷ് കളക്ഷൻ ആണ്. മൂന്നാമത്തെ ഡിലേ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ വിത്തൗട്ട് ഡാമേജിങ് എ ഫേംസ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഒന്ന് ഫസ്റ്റ് വൺ സിങ്ക്രണൈസ് ക്യാഷ് ഫ്ലോ, സെക്കൻഡ് വൺ ആക്സലറേറ്റ് ക്യാഷ് കളക്ഷൻ, ദ തേർഡ് വൺ ഈസ് ഡിലേ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സിങ്ക്രണൈസ് ചെയ്യുക. അത് എന്താണ് സിങ്ക്രണൈസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒഴുക്ക് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് വേണം? അതിനൊരു താളം വേണം. ഓക്കെ, ഇനി എന്താണ് ഈ ഇൻഫ്ലോ എന്ത് ചെയ്യുക? ഇൻഫ്ലോ കൂടുതലും ആക്സലറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാഷ് കളക്ഷൻ ഔട്ട്ഫ്ലോ ഒന്നും എന്ത് ചെയ്യുക? ഡിലേ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സിങ്ക്രണൈസ് ക്യാഷ് ഫ്ലോനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഇഫ് എ ഫേം പേസ് ഇറ്റ്സ് ബിൽ ഓൺ എ വീക്ക്ലി ബേസിസ് ബട്ട് കളക്ട്സ് ഇറ്റ്സ് പേയ്മെൻറ്റ് ബൈ വീക്ക്ലി വി സേ ദാറ്റ് ദ ഫേം ഹാസ് ലാക്ക് ഓഫ് ക്യാഷ് ഫ്ലോ സിങ്ക്രണൈസേഷൻ. അതായത് ഒരു ഫേം എല്ലാ ആഴ്ചയും അതിൻ്റെ ബില്ലുകൾ പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കളക്ട് ചെയ്യുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ്. പൈസ കിട്ടാനുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ കളക്ട് ചെയ്യുക, പക്ഷേ അത് കൊടുക്കുന്നത് ആഴ്ചക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീക്ക്ലി 1 വീക്ക് ആകുമ്പോൾ കൊടുക്കും. 2 വീക്ക് കഴിഞ്ഞാൽ എന്ത് കളക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ലാക്ക് ഓഫ് എന്താണ് സിങ്ക്രണൈസേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സിങ്ക്രണൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നീക്സിൽ രണ്ടാമത്തെ ടെക്നീക്കാണ്
ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നീക്സിലെ രണ്ടാമത്തെ ടെക്നീക്ക് ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സ്. ഓക്കെ, നമ്മൾ സിങ്ക്രണൈസേഷൻ ടെക്നീക്ക് കണ്ടു. നെക്സ്റ്റ് വൺ എന്താണ്? ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സ്. ഓക്കെ, അപ്പോൾ സിങ്ക്രണൈസേഷൻ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ക്യാഷ് ഫ്ലോ, അതായത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ തമ്മിൽ എന്ത് വേണം? ഒരു മാച്ചിങ് വേണം. ഓക്കെ, ഔട്ട്ഫ്ലോ തമ്മിലും ഇൻഫ്ലോ തമ്മിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ മാച്ചിങ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൽ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദ മേജർ ചാലഞ്ച് ഫോർ എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ടു കളക്ട് ദ മണി ഫ്രം കസ്റ്റമേഴ്സ് ഓൺ ടൈം ഫോർ സെയിൽസ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ടു ദം. ദ ഫിനാൻസ് മാനേജർ ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ഫോർ സ്പീഡി റിക്കവറി ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന നേരത്ത് ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് എന്താണ്, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന നേരത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, അതായത് വിറ്റാൽ കിട്ടുന്ന റിയലൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ആ ക്യാഷ് എന്താണ്, അത് സ്പീഡായിട്ട് വാങ്ങിയെടുക്കാൻ ഫിനാൻസ് മാനേജർ ശ്രമിക്കണം. ഗുഡ്സ് വിൽക്കുന്ന നേരത്ത് ചിലപ്പം വാങ്ങുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഉടനടി പണം തന്നോളണമെന്നില്ല, ചിലപ്പോൾ ബില്ലൊക്കെ എഴുതി തരാം. ഓക്കെ, അപ്പോൾ അവർ ഡെപ്റ്റേഴ്സ് ആവും. ആ ഡെപ്റ്റേഴ്സിൽ നിന്നും എന്താണ്, നമ്മൾ ക്യാഷ് ഉടനടി വാങ്ങിയെടുക്കാൻ ശ്രമിക്കണം. അതാണ് ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ സർട്ടൺ ടെക്നീക്സ് ടു റെഡ്യൂസ് ടൈം ലാഗ് ഇൻ കളക്ഷൻ ഓഫ് റിസീവബിൾസ്. അതായത് ഈ ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിന് അണ്ടറിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഫസ്റ്റ് പോയിന്റ് ലോക്ക് ബോക്സ് സിസ്റ്റമാണ്. സെക്കൻഡ് കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണ്. മൂന്നാമത്തത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടെക്നീക്സും കൂടി എന്തിൽ വരുന്നുണ്ട്? ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലോക്ക് ബോക്സ് സിസ്റ്റമാണ്. ലോക്ക് ബോക്സ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ USA in 1947. 1947. നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നൊരു വർഷം തന്നെയാണ് 1947. ഓരോ ഇന്ത്യക്കാർക്കും ഓർമ്മിക്കാൻ പറ്റുന്നൊരു വർഷമാണ്. This is a system of speedy collection of cash from debtors. In other words, lockbox system reduces the mail time delay. This system is popular in USA, not popular in India. അത് USA പോപ്പുലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. Under this system, the firm or the payee establishes or takes on rent a post office box near customer's area. The firm then orders its debtors to send their check to the post office box rather than the firm's headquarters. The payments are collected by local banks which are authorized to do so. The bank opens the box several times a day and collects the check from lock box. അതായത് നമുക്കൊരു സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. മറ്റൊരു സ്ഥാപനം നമ്മുടെ ഡെപ്റ്ററാണ്. ഇവർ എന്താ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടാവാം, ഇതിന് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്റ്ററിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? ഒരു ലോക്ക് ബോക്സ് വെക്കുക, ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് വെക്കുക, ഒരു പോസ്റ്റ് ബോക്സ് വെക്കുക. അപ്പോൾ അതിൽ ഇവരോട് പറയാം, നിങ്ങൾക്ക് ചെക്ക് ആവുമ്പോൾ, അതായത് നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇവരോട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ പൈസ നിങ്ങൾ ഇനി ദൂരം വഴിക്ക് ഇവിടെ വന്ന് തരണ്ട, നിങ്ങൾ ഈ അടുത്തുള്ള എന്തിനിടുക? ഈ പോസ്റ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള പോസ്റ്റ് ബോക്സ് ആണ്. അതായത് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ ഈ സാധനം വിറ്റ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പോസ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ഇവർ ഇതിലേക്ക് ചെക്ക് ആകുമ്പോൾ ഇതിലേക്ക് കൊണ്ടിട്ടോളും. അപ്പോൾ അത് ആ നേരത്തെ തന്നെ ഒരു പോസ്റ്റ്മാൻ എന്നും വന്നത് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും. ഇനി ചെക്കുകൾ ഉണ്ടെങ്കിൽ അയാൾ തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇവരുടെ അടുത്തേക്ക് അത് മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ ചെയ്തോളും. ഓക്കെ, കത്ത് ഇവരുടെ അടുത്തേക്ക് അത് ആ തരാനുള്ള DDO ചെക്കോ അത് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊടുക്കേണ്ട, അത് ഡയറക്റ്റായിട്ട് ഇവർ ദിവസം വന്നിട്ട് ഈ പോസ്റ്റ്മാൻ മുഖാന്തരം ചെക്ക് ചെയ്തോളും. അപ്പോൾ ദിവസമൊക്കെ ചെക്ക് കളക്ട് ചെയ്യാണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഇതിനെക്കാട്ടി നേരിട്ട് തരുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ, കാരണം ഇവർ സ്റ്റാഫൊന്നും മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ല. അവർ ഇവിടെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അത് കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് സിസ്റ്റമാണ്. പക്ഷേ അത് ഇന്ത്യയിലില്ല, അത് USA മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ 4. A limited as an average daily receipt of ₹1 lakh. It is expected that the lockbox system would reduce the receivable by 4 days. The system would cost 30,000
Is it acceptable if the firm can earn 10% of its investment? ഓക്കെ, അതായത് ഒരു എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ആവറേജ് ആയിട്ടുള്ള ഡെയിലി റെസീറ്റ് 1,00,000 രൂപ ഉണ്ട് റെസീറ്റായിട്ട്. അപ്പോൾ അവർ ലോക്ക് ബോക്സ് സിസ്റ്റം വെക്കാൻ ആഗ്രഹിക്കുന്നു. അത് അവരുടെ ഡെയിലി റെസീറ്റ്സിൻ്റെ ടൈം 4 ദിവസമായിട്ട് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം വെക്കാനായിട്ട് 30,000 രൂപ വേണം. അത് ആക്സെപ്റ്റബിൾ ആണോ? അത് അവർക്ക് 10% ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആക്സെപ്റ്റബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ദിവസമാണ് ഇത് കുറയ്ക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവരുടെ ഡെയിലി റെസീറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ. ഓക്കെ, റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലോക്ക് ഡ്യൂ ടു ലോക്ക് ബോക്സ് സിസ്റ്റം. എത്ര റിഡക്ഷൻ വരുന്നത്? 4 ലക്ഷം റിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് നോക്കുക, എന്നിട്ട് 10% ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ 4 ലക്ഷത്തിൻ്റെ 10% എഴുതി വെക്കുക. അപ്പോൾ ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ നോക്കുക. അതായത് സേവിങ്സിൽ നിന്നും കോസ്റ്റ് മൈനസ് ചെയ്തത് നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ ലോസ് വരിക. ഇവിടെ എന്താണ്, സേവിങ്സ് ഈസ് മോർ ദാൻ കോസ്റ്റ്. അപ്പോൾ ഇവിടെ 10,000 രൂപ ലാഭമാണ്, അതുകൊണ്ട് ദ സിസ്റ്റം ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യം തന്നെ എന്താണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡേയ്സുമായിട്ട് റെസീറ്റിന് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏണിങ്സിനെ അതെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏണിങ്സിൻ്റെ റേറ്റിന് അത് ആ ഒരു പെർസെൻറ്റേജ് കാണുക. എന്നിട്ട് നിങ്ങൾ അതിനെ കോസ്റ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഏണിങ്സ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഏണിങ്സ് കുറവാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലോക്ക് ബോക്സ് സിസ്റ്റം. ഇനി രണ്ടാമത്തെ സിസ്റ്റം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ബാങ്കിങ്. അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ മൂന്നാമത്തെ ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഫേംസ് ഹാവ്, അത് മൂന്നാമത്തെ പറഞ്ഞുവിടാം നമുക്ക്. ക്യാഷ് മാനേജ്മെൻറ്റിനല്ല, നമ്മുടെ ആക്സലറേറ്റഡ് ഏർണിങ്സ് മെത്തേഡിൻ്റെ രണ്ടാമത്തെ സബ് പോയിൻ്റാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ബാങ്കിങ്. നമ്മൾ രണ്ടാമത്തെ മെത്തേഡായിരുന്നു ആക്സലറേറ്റഡ് ഏർണിങ്സ് മെത്തേഡ്. ആദ്യത്തേത് സിങ്ക്രണൈസേഷൻ മെത്തേഡായിരുന്നു, രണ്ടാമത്തേത് ആക്സലറേറ്റഡ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്നു നമ്മുടെ ലോക്ക് ബോക്സ് സിസ്റ്റം. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിലെന്താ പറയുന്നത്, ഫേംസ് ഹാവ് മെനി ബ്രാഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ക്യാൻ കളക്ട് ദെയർ അക്കൗണ്ട് റിസീവബിൾ ക്വിക്ക്ലി ബൈ അപ്ലൈയിങ് എ കോൺസെൻട്രേഷൻ ബാങ്കിങ് സിസ്റ്റം. അതായത് ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും, അതിന് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവും, ഒരുപാട് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഓരോ ബ്രാഞ്ചിൽ ഇട്ടാലും എന്താണ്, ഈ മെയിൻ ബ്രാഞ്ചിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ഫണ്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അതാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ കോൺസെൻട്രേഷൻ ബാങ്കിങ് സിസ്റ്റത്തിന് ഒരു എന്താണ് ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ്, റെഗുലർ കളക്ഷൻ, ആക്സിലറേറ്റഡ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതൊന്ന് കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണിത്. അത് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കി വെച്ചേക്കാം. അത് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് ടെക്നീക്സ് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എസ്സേൻ്റെ കൂട്ടത്തിൽ ഈ ഡയഗ്രം വരച്ചാൽ കുറച്ചും കൂടി എന്താണ്, നമ്മുടെ എക്സാം കുറച്ചും കൂടി അതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ചും കൂടി എന്താണ് ഇമ്പ്രസീവ് ആവും. ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 5. എ കമ്പനി ഹാസ് ഡെയിലി റെസീറ്റ് ഓഫ് ₹5 lakh. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദി സിസ്റ്റം ഓഫ് കോൺസെൻട്രേഷൻ ബാങ്കിങ് വുഡ് റെഡ്യൂസ് ദ റിസീവബിൾ ബൈ 4 days. ദ സിസ്റ്റം വുഡ് കോസ്റ്റ് ₹25,000. ഇസ് ഇറ്റ് ആക്സെപ്റ്റബിൾ ഇഫ് ദ ഫേം ക്യാൻ ഏൺ 10% per annum ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ബാങ്കിങ് വേണോ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ലോക്ക് സിസ്റ്റം കണ്ട പോലെ തന്നെ അതും ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ബാങ്കിങ് ആദ്യം നോക്കുക. അപ്പോൾ 5 ലക്ഷം അതിനെന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത പോലെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 ലക്ഷം രൂപ കിട്ടും. ഇനി അതിൽ നിന്നും 20 ലക്ഷത്തിന് എത്ര നമുക്ക് ഏർണിങ്സ് കിട്ടുക, അപ്പോൾ അതിൻ്റെ 10% എടുക്കുക, 2 ലക്ഷം എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് വരുന്നത് ഇവിടെ എത്രയാണ്, 25,000 രൂപയാണ് കോസ്റ്റ്. അപ്പോൾ ഈ സേവിങ്സിൽ നിന്നും കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് മനസ്സിലാവും. അപ്പോൾ 2 ലക്ഷമാണ് നമുക്കുള്ള ഏർണിങ്സ്, അതിൽ നിന്നും കോസ്റ്റ് 25,000 വരുന്നത്. 1,70,75,000 ഏർണിങ്സ് ആണ്, ബെനിഫിറ്റ് ആണ്. അതെന്താണ്, സിസ്റ്റം ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ആണ്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. ഓക്കെ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, അത് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് സെൻസ് ഡാറ്റ ഫ്രം വൺ ബാങ്ക് ടു അനദർ. നോ പേപ്പർ ചെക്ക് ആർ സെൻഡ്. ഇവിടെ പേപ്പർ ചെക്കേ സെൻഡ് ചെയ്യുന്നില്ല, ഒക്കെ എന്താണ് ഓൺലൈൻ ത്രൂ ആണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് ആണ്. അതും ക്യാഷ് മാനേജ്മെൻറ്റിന് വളരെ എഫക്റ്റീവ്. ഇനി നമ്മുടെ ആക്സിലറേറ്റഡ് പേയ്മെൻറ്റ് മെത്തേഡിലെ നാലാമത്തെ ടെക്നിക്കാണ്, അല്ലെങ്കിൽ നാലാമത്തെ സബ് പോയിൻ്റ് ആണ് സീറോ ബാലൻസ് അക്കൗണ്ട്. അണ്ടർ ദിസ് സിസ്റ്റം ദ ഫേം ഡസ് നോട്ട് കീപ്പ് എനി ക്യാഷ് ബാലൻസ് ഇൻ ദ ബാങ്ക്. അതായത് ഫേം ക്യാഷ് ബാലൻസ് ഒന്നും
ബാങ്കിൽ വെക്കില്ല. ദ ക്യാഷ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി വെൻ ദ ചെക്ക് ഈസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ക്യാഷ് എപ്പോൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? ചെക്ക് ലഭിക്കുമ്പോൾ, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സീറോ ബാലൻസ് അക്കൗണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തത് ഹോളി ഓൺഡ് കളക്ഷൻ സെൻ്ററാണ്. ഓക്കെ, അതായത് ഒരു കളക്ഷൻ സെൻറ്റർ മൊത്തമായിട്ടും കമ്പനീൻ്റെ പേരിൽ തന്നെ ഉള്ളത്. അത് കമ്പനി ഉണ്ട്, അതിനൊരു കളക്ഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കളക്ഷൻ സെൻറ്റർ നോക്കിക്കോളും. സോ ദേ ആർ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഇൻ കളക്ടിങ് ദ മണി ഫ്രം ഡെപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു തരത്തിൽ ഫാക്ടറിങ് സർവീസ് പോലെ തന്നെ ഈ കളക്ഷൻ സെൻറ്റർ, പക്ഷേ ഇറ്റ് ഇസ് ഹോൾലി ഓൺഡ് ബൈ ദ കമ്പനി. കമ്പനി മൊത്തമായിട്ടും ഈ കളക്ഷൻ സെൻറ്ററിനെ ഓൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ആറാമത്തത് പ്രീ ഓതറൈസ്ഡ് ചെക്സ് ആണ്. കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് വിത്ത് കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് വിത്ത് ദ കസ്റ്റമർ പ്രീ സൈൻഡ് ചെക്സ്. അതായത് ആദ്യം തന്നെ സൈൻ ചെയ്ത ചെക്കുകൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വാങ്ങി വെക്കുക. ഈ സൈൻ ചെയ്ത ചെക്കുകൾക്ക് എന്തുണ്ട്? ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ആ സമയത്ത് അതായത് 3 മാസം കഴിഞ്ഞിട്ട് ഇത്ര പൈസ തരാമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം ആ 3 മാസം കഴിഞ്ഞിട്ട് ഈ പൈസേൻ്റെ ചെക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഫോർജറിക്കുള്ള കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പ്രീ ഓതറൈസ്ഡ് ചെക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ആദ്യത്തെ സിങ്കർണൈസേഷൻ മെത്തേഡ് കഴിഞ്ഞു. രണ്ടാമത്തേതായിട്ടുള്ള ആക്സലറേറ്റിംഗ് റെസീറ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഡിലേയിങ് പേയ്മെൻറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ള ക്യാഷ് എന്ത് ചെയ്യുക? അത് ഡിലേ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഡിലേ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇൻ ദിസ് ടെക്നീക്ക് ഓൾ റെസീറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സബ്സിഡറീസ് ടു സെൻട്രൽ ഓഫീസ്. ദ സെൻട്രൽ ഓഫീസ് ഇൻ ടേൺ ആക്സെപ്റ്റ്സ് ആൻഡ് പേസ് ക്രെഡിറ്റേഴ്സ് ബിൽ ഡയറക്റ്റ് ടു പാർട്ടീസ്. അപ്പോൾ എല്ലാ സബ്സിഡറീൻ്റെ അടുത്തു നിന്നും സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ ഓഫീസിലേക്ക് ഈ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക. അവിടുന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് എത്തിക്കുക. അപ്പോൾ അത് ഒരു ടൈം ഡിലേ അവിടെ വരുത്താൻ ചാൻസ് ഉണ്ട്. എത്രയും ഏർലി പേയ്മെൻറ്റ്സ്, പെട്ടെന്നുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഒരു ടെക്നിക്ക്. പിന്നെ എല്ലാം ചെക്കിലൂടെ പേ ചെയ്യുക. അതും ഒരു ഡിലേ വരും. നമ്മൾ ക്യാഷ് ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ചെക്കായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഫ്ലോട്ട് മാനേജ്മെൻ്റ് ആണ്. അതെന്താണ്? ഫ്ലോട്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് ടു ലെസൻ ദ ലെങ്ത് ഓഫ് ക്യാഷ് സൈക്കിൾ. അത് ക്യാഷ് സൈക്കിളിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഡിലേയിങ് പേയ്മെൻറ്റ്സിലുള്ളത്. ഇത് മൂന്നും മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സിങ്കർണൈസേഷൻ, ഒന്ന് ആക്സലറേറ്റഡ് മെത്തേഡ്, ഒന്ന് ഡിലേയിങ്. ആക്സലേറ്ററിലൊരു 6 പോയിൻറ്റ് സബ് വരുന്നുണ്ട്, ഡിലേയിങ്ങിൽ ഒരു 4 പോയിൻറ്റോളം സബ് വരുന്നുണ്ട്, 4 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് എസ് എ ചോദിക്കുകയാണെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എസ് എ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ടും ആൻസറിൽ എഴുതി വെക്കും. ശ്രദ്ധിക്കുക, അതർ ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ അതർ ടെക്നിക്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ് എഫക്റ്റീവ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആവുക. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്. അത് കൃത്യമായി ഇൻവെൻട്രി മാനേജ്മെൻറ്റും ക്യാഷ് മാനേജ്മെൻറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് മിനിമത്തിൽ കൊണ്ടുവരിക. നമ്മുടെ ദൈനംദിനമായ ആവശ്യത്തിന് വരുന്ന ചിലവുകൾ ചുരുക്കി കൊണ്ടുവരിക. അതും ക്യാഷ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റെഡ്യൂസിങ് ദ ടൈം സ്പാൻ ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിക്കുക. 4ാമത്തെ പോയിന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ക്യാഷ് ആയിട്ട് വെക്കാതെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ വെച്ചാൽ ചെറിയ റിട്ടേണും കിട്ടും നമുക്ക്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ലിക്വിഡിറ്റി കൂടുതലാണ്. അത് ക്യാഷ് ഇക്വാലൻസ് ആണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതർ ടെക്നിക്സ് ഫോർ മാനേജിങ് ക്യാഷ്. ഇനി അടുത്തത് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്താണെന്നുള്ളതാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്, സ്റ്റേറ്റ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവറി ഫേം നീഡ്സ് എൻ ഒപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ്. ഏത് ലെവലാണ് ക്യാഷ് വെക്കേണ്ടത് എന്നാണ്. ആ ലെവലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലെവലിലാണ് ക്യാഷ് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എവിടെയാണോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ മീറ്റ് ചെയ്യുന്നത് ആ ലെവലിലാണ് ക്യാഷ് ബാലൻസ് വരേണ്ടത്. അവിടെ എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോസ്റ്റാണ്, ഇത് സൈസ് ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ക്യാഷ്, ഇത്രയും ലെവലിൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ ലെവൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കോസ്റ്റ് ഏറ്റവും മിനിമത്തിൽ നിൽക്കും. അതേപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ശ്രദ്ധിക്കാം. ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ്. ക്യാഷ്
കൺവേർഷൻ സൈക്കിൾ. അപ്പോൾ എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ റെഫേഴ്സ് ടു ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ്സ് വെൻ ഇറ്റ് പേയ്സ് ഇറ്റ്സ് സപ്ലയേഴ്സ് ആൻഡ് ദ ഡേറ്റ് ഇറ്റ് റിസീവ്സ് ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് ക്യാഷ് കൺവേർഷൻ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടൈം പീരീഡാണ്? രണ്ട് ഡേറ്റ് നമ്മുടെ ടൈം പീരീഡാണ്. ഒന്നെന്താണ്, ഒരു സ്ഥാപനം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതും അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് തിരിച്ച് വാങ്ങുന്നതുമായിട്ടുള്ള ഡേറ്റിൻ്റെ ഒരു ടൈം ഗ്യാപ്പാണ് ക്യാഷ് കൺവേർഷൻ പീരീഡ്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്യാഷ് കൺവേർഷൻ സൈക്കിളിൻ്റെ ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാണണമെങ്കിൽ ആവറേജ് ഇൻവെൻട്രി പീരീഡ് പ്ലസ് ആവറേജ് റിസീവബിൾ പീരീഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആവറേജ് ഇൻവെൻട്രി പീരീഡ് പ്ലസ് ആവറേജ് റിസീവബിൾ പീരീഡ്, അപ്പോൾ അതെന്തായി ഓപ്പറേറ്റിംഗ് സൈക്കിളായി, മൈനസ് എന്താണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. സൺ ലിമിറ്റഡ് പർച്ചേസസ് ആൻഡ് സെൽസ് എൻറ്റയർലി ഓൺ ക്രെഡിറ്റ് ബേസിസ്. പൂർണ്ണമായും ക്രെഡിറ്റ് ബേസിലാണ് സൺ ലിമിറ്റഡ് പർച്ചേസും സെല്ലും ചെയ്യുന്നത്. ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു ഇറ്റ് ബൈ സപ്ലൈസ് ഇസ് 30 days. 30 ദിവസമാണ് ക്രെഡിറ്റ് പീരീഡ്. അത് കഴിഞ്ഞിട്ട് ദ ഫേം അലൗസ് 60 days ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഫേമും കസ്റ്റമേഴ്സിന് പക്ഷെ എത്ര കൊടുക്കുന്നു? 60 ദിവസങ്ങളാണ് ഫേം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, ഹൗവർ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദ ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ 40 ദിവസമാണ്. ആവറേജ് 40 ആണ്. റിസീവബിൾ 70 ആണ്. ദ ആവറേജ് ഏജ് ഓഫ് ഫേംസ് ഇൻവെൻട്രി 90 ദിവസങ്ങളാണ്. കാൽക്കുലേറ്റ് എന്താണ് ഫേംസ് ക്യാഷ് സൈക്കിൾ ആൻഡ് ക്യാഷ് ടേൺ ഓവർ അസ്യൂമിങ് 360 days. അതായത് ക്യാഷ് സൈക്കിളും കാണാനും പിന്നെ 360 ദിവസം അസ്യൂം ചെയ്തിട്ട് ക്യാഷ് ടേൺ ഓവർ കാണാനുമാണ് പറയുന്നത്. ഇനി 360 പറയുന്നില്ലെങ്കിൽ 365 എടുക്കുക. സാധാരണ വർഷത്തെ എന്ത് ചെയ്യുക, ദിവസങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ 365 കൃത്യമായി പറയുകയാണെങ്കിൽ 360 പറയുകയാണെങ്കിൽ അതെടുത്താൽ മതി. ആദ്യം ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എഴുതുക. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പ്ലസ് എന്താണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരുന്നത്. ഇത് ആവറേജ് ഇൻവെൻട്രി പീരീഡ് കൊടുത്തത് എവിടെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവറേജ് ഇൻവെൻട്രി പീരീഡ്. ആവറേജ് റിസീവബിൾ പീരീഡ് കൊടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആവറേജ് അല്ല, ഇത് ആക്ച്വലാണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ ആവറേജ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എടുത്താൽ ഇത് ആഡ് ചെയ്യുക, ഇത് മൈനസ് ചെയ്താൽ 120 ദിവസമാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഇനി 360 നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ക്യാഷ് സൈക്കിൾ ഇൻ എ ഡേയ്സ് ഈസ് ഈക്വൽ ടു ക്യാഷ് ടേൺ ഓവർ. അതായത് 360 ഡിവൈഡ് ബൈ 120, 3 ടൈംസാണ് ക്യാഷ് ടേൺ ഓവർ നടക്കുന്നത്. ഒരു വർഷം 3 പ്രാവശ്യമാണ് ക്യാഷ് ടേൺ ഓവർ നടക്കുന്നത്. ഓക്കെ, ഇത് 365 ആയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ക്യാഷ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ലാസ്റ്റ് വേണ്ടത് എന്താണ്? ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻവെൻട്രി എന്താണ്, അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇൻവെൻട്രി എന്താണെന്ന് നോക്കാം. നമുക്ക് ഇൻവെൻട്രി എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഇൻവെൻട്രി. ദ ടേം ഇൻവെൻട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് ഇൻവെൻറ്റയർ ആൻഡ് ലാറ്റിൻ വേർഡ് ഇൻവെൻറ്റേറിയം, ബോത്ത് മീനിങ് ദ ലിസ്റ്റ് ഓഫ് തിങ്സ് ഫൗണ്ട്. കിട്ടിയിരിക്കുന്ന സാധനങ്ങളെ ലിസ്റ്റ് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി എന്താണ്? ദ ടേം ഇൻവെൻട്രി സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റോക്ക്. ഇൻവെൻട്രി എന്ന് വെച്ചാൽ സ്റ്റോക്കാണ്. പക്ഷേ ഇൻവെൻട്രി വെറും സ്റ്റോക്ക് എന്നുള്ള വേർഡിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ്, അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതേപോലെ റോ മെറ്റീരിയൽസ്, ഇതൊക്കെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രീൻ്റെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഇൻവെൻട്രിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻവെൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളിത് എഴുതുക. ഇൻവെൻട്രി സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റോക്ക് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് ഈ സാധനങ്ങളും കൂടി എഴുതി വെക്കുക. ഓക്കെ, ആൻസർ ആയിട്ട്. അതായത് ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്റ്റോർസ്. അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ആർ ഫോംസ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രീൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ശ്രദ്ധിക്കുക. അതിൽ റോ മെറ്റീരിയൽ ഇൻവെൻട്രി വരുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി വരുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി വരുന്നുണ്ട്. ഇത് റോ മെറ്റീരിയൽ നമുക്കറിയാം അസംസ്കൃത വസ്തുക്കളാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞ സാധനങ്ങൾ, അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ സാധനങ്ങൾ, സ്റ്റോർ ആൻഡ് സ്പെയർ എന്നാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ ഇതിൻ്റെ സ്പെയറുകളും. ഓക്കെ, ഇതൊക്കെ ഫോംസ് ഓഫ് ഇൻവെൻട്രി ആണ്. ഇനി അടുത്തത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻവെൻട്രി എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ മീനിങ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി
ഇൻവെൻട്രി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ക്യാഷ് മാനേജ് ചെയ്യാനാണ് എന്ത് ക്യാഷ് മാനേജ്മെൻറ്റ്, ഇവിടെ ഇൻവെൻട്രി മാനേജ് ചെയ്യാനാണ് എന്ത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്, ടു എൻഷുർ ദാറ്റ് ആഡ്വക്കേറ്റ് ഇൻവെൻട്രീസ് ആർ അവൈലബിൾ. കൃത്യമായ ഇൻവെൻട്രി സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബിസിനസ് എന്താണ് റൺ ചെയ്യുന്നത് അതിന് ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മിനിമൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ഇൻവെൻട്രി. ഇൻവെൻട്രിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മിനിമൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ മൂന്നാമത്തത് മിനിമൈസ് കോസ്റ്റ് ഓഫ് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. സാധനം എത്തിക്കാനുള്ള ചിലവ്, സാധനം ഓർഡർ ചെയ്യാനുള്ള ചിലവൊക്കെ കുറയ്ക്കുക. പിന്നെ എന്താണ്, മാക്സിമൈസ് വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡറിൻ്റെ വെൽത്ത് വർദ്ധിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പോയിന്റ്, ടു അവോയ്ഡ് ബോത്ത് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ്. ആവശ്യത്തിലധികവും ആവശ്യത്തിൽ കുറവും എന്താണ് സ്റ്റോക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു കൃത്യമായ അളവിലായിരിക്കണം സ്റ്റോക്ക് ഉണ്ടാവേണ്ടത്. ആറാമത്തെ പോയിന്റ്, മിനിമൈസ് ലോസസ് ഓൺ അക്കൗണ്ട് ഓഫ് ഒബ്സലൻസ്, പിൽഫറേജ്, വേസ്റ്റേജ്. സാധനം വെറുതെ വെച്ച് കെട്ടിക്കിടന്ന് കേടായി പോകാൻ ഇതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏഴാമത്തെ പോയിന്റ്, ടു എൻഷുർ റൈറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. കൃത്യം ക്വാളിറ്റി പ്രൊഡക്റ്റ് സൂക്ഷിക്കാനും അതേപോലെ അത് വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനും അത് ഇൻവെൻട്രി ആയിട്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി? 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻട്രി? ഇൻവെൻട്രി ഹോൾഡ് ചെയ്യേണ്ട മോട്ടീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ട്രാൻസാക്ഷൻ മോട്ടീവ്. വിനിമയം നടത്താൻ, നമുക്ക് സെയിൽ നടത്താനും പർച്ചേസ് നടത്താനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെൻട്രി സൂക്ഷിക്കുന്നത്. പിന്നെ ഒന്ന് പ്രിക്കോഷണറി മോട്ടീവ്. വിൽക്കാൻ വേണ്ടി മാത്രമല്ല, നാളെ വിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ഇന്ന് വിൽക്കാൻ വേണ്ടി മാത്രമല്ല, നാളെ വിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെൻട്രി സൂക്ഷിക്കുന്നത്. അപ്പോൾ നാളത്തെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇൻവെൻട്രി സൂക്ഷിക്കാനായിട്ട്. പിന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇൻവെൻട്രി സൂക്ഷിക്കുന്നത് ചിലപ്പോൾ വില കൂടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെൻട്രി കൂടുതലും സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം നമ്മൾ ഇൻവെൻട്രി സൂക്ഷിക്കാൻ നോക്കും. സ്റ്റോക്ക് മാക്സിമം എന്താണ് വാങ്ങി വെക്കാൻ നോക്കും. ഓക്കെ, കാര്യം മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിലക്ക് അത് വിൽക്കാൻ സാധിക്കും. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഈ 3 മോട്ടീവാണ് ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആണ്. ഇൻവെൻട്രിയുടെ ബെനിഫിറ്റ്സും അതിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആണ്. അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെൻട്രി എന്താ നോക്കാം. ഫസ്റ്റ് എന്താണ്, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ ആണ്. ഇൻവെൻട്രി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഒരിക്കലും നിന്ന് പോയില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എഫിഷ്യൻറ്റ് പർച്ചേസ്. നമ്മുടെ പർച്ചേസ് എഫിഷ്യൻ്റ് ആവും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സെയിൽസ് നടക്കും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിൽക്കാൻ സാധിക്കും. പിന്നെ എന്താണ്, കസ്റ്റമേഴ്സിനിടയിൽ നമുക്കൊരു ഗുഡ് വിൽ വരികയും ചെയ്യും. ഓക്കെ, അതാണ് ഇൻവെൻട്രീൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെൻട്രി. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി? ബെനിഫിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി? കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം, ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ 3 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓർഡറിങ് കോസ്റ്റ് ആണ്. അതായത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. ഓക്കെ, അതെന്തൊക്കെ വരിക അതിൽ പർച്ചേസ് ഓർഡറിന് കോസ്റ്റ് ഫോർ പ്രിപ്പയറിങ് പർച്ചേസ് ഓർഡർ. നമ്മൾ കുറേ പേജിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ചിലവ് വരികയാണെങ്കിൽ അത് ഓർഡറിങ് കോസ്റ്റിൻ്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ് കോസ്റ്റ് ഓഫ് റിസീവിങ് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുന്ന കോസ്റ്റ്, സാധനങ്ങൾ എത്തിക്കാൻ വരുന്ന കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പിന്നെ മറ്റ് ഡോക്യുമെൻറ്റേഷൻ കോസ്റ്റുകൾ. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ കൊടുക്കാൻ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് തയ്യാറാക്കേണ്ട കോസ്റ്റ്. ഇതൊക്കെയാണ് ഓർഡറിങ് കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ക്യാരിയിങ് കോസ്റ്റാണ്. അതെന്തൊക്കെയാണ്, ഈ ഇൻവെൻട്രി നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് വെയർ ഹൗസ് വേണം, അതിന് റെൻറ്റ് കൊടുക്കണം, അതിനില്ല എന്താണ് അവിടെ ഇലക്ട്രിസിറ്റി വേണം. ഇപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ട സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ചിലവുകൾ, ഇതാണ് ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, അതെന്താണ് ഇൻഷുറൻസ് എടുക്കുക, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, സെക്യൂരിറ്റി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പിൽഫറേജ് ആൻഡ് ഡാമേജ്, ഡിപ്രിസിയേഷൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതൊക്കെ എന്താണ് ക്യാരിയിങ് കോസ്റ്റാണ്. നെക്സ്റ്റ് വൺ എന്താണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ആണ്. അതെന്താണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്? എ സ്റ്റോക്ക് ഔട്ട് ഈസ് എ സിറ്റുവേഷൻ വെൻ ദ ഫേം ഈസ് നോട്ട് ഹാവിങ് ഐറ്റംസ് ഇൻ സ്റ്റോർ ബട്ട് ദർ ഇസ് ഡിമാൻഡ് ഫോർ ദ സെയിം ടൈം. അതായത് നമുക്ക് പെട്ടെന്ന് സാധനത്തിന് ഡിമാൻഡ് വന്നു, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അതാണ് എന്ത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടെക്നീക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് ഡിഫറെൻറ്റ് ടെക്നീക്സ് ഉണ്ട്. എന്തൊക്കെയാണ് ടെക്നീക്സ്? അതിൽ ഫസ്റ്റ് വൺ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്. മൂന്നാമത്തത് സ്റ്റോക്ക് ലെവലാണ്. നാലാമത്തത് സേഫ്റ്റി സ്റ്റോക്കാണ്. അഞ്ചാമത്തത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. ആറാമത്തത് ABC അനാലിസിസ് ആണ്. ഏഴാമത്തത് VED അനാലിസിസ് ആണ്. ഓക്കെ,
ABC analysis, VD analysis, economic order quantity, classification and codification of inventory, stock level, safety stock and ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഈ ഓരോ ടെക്നീക്കിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും ടെക്നീക്സ് വരുന്നുണ്ട്. ഒന്ന് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രീസ് ആണ്, അടുത്തത് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം ആണ്, അടുത്തത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി സിസ്റ്റമാണ്. ഓക്കെ, ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രി, പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം ആൻഡ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി സിസ്റ്റം. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ആദ്യത്തെ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. അതെന്താ പറയുന്നത്? ദ EOQ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് EOQ. പറയുന്നത് ദ EOQ enables the firms to determine the optimum level of inventory. Economic order quantity can be defined as the quantity which is the most economical quantity ആണ്. ഏത് ലെവൽ ഓഫ് സ്റ്റോക്ക് വെക്കുന്നതാണ്, എത്ര അളവിൽ സാധനം വെക്കുന്നതാണ് ഏറ്റവും നമുക്ക് ലാഭകരമായത്, അതാണ് എന്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, at a time. In other words, it is the ordering quantity which minimizes total cost of inventory. Okay, the total cost of inventory comprises ordering cost and carrying cost. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ കണ്ടതാണ് ഓർഡറിങ് കോസ്റ്റ് എന്താണെന്നുള്ളത്, പിന്നെ ക്യാരിങ് കോസ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് EOQ നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഡിറ്റർമിനേഷൻ ഓഫ് EOQ ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആൾജിബ്രൈക്ക് മെത്തേഡാണ്. ആൾജിബ്രൈക്ക് മെത്തേഡാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. മൂന്നാമത്തത് ടേബുലർ മെത്തേഡാണ്. നാലാമത്തത് കോസ്റ്റ് കമ്പാരിസൺ മെത്തേഡാണ്. നമുക്ക് ആദ്യം ഇവിടെ ആൾജിബ്രൈക്ക് മെത്തേഡാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ ഫോർമുല മെത്തേഡ്. ആൾജിബ്രൈക്ക് മെത്തേഡ് പ്രകാരം EOQ is equal to root of 2CO divided by I. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഇക്വേഷൻ എഴുതി 2CO ഡിവൈഡ് ബൈ I റൂട്ട് ചെയ്യുക. അതാണ് എന്ത് EOQ ആൾജിബ്രൈക്ക് മെത്തേഡ് പ്രകാരം നമ്മൾ കാണുന്നത്. അപ്പോൾ C എന്തിനെ സൂചിപ്പിക്കുന്നു? C ഈസ് ആനുവൽ കൺസംഷൻ. ആനുവൽ കൺസംഷൻ ആണ് C. O എന്താണ്? ഓർഡറിങ് കോസ്റ്റ് ആണ്. ഓക്കെ, O ഓർഡറിങ് കോസ്റ്റ് ആണ്. I എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഓക്കെ, I ഈസ് ക്യാരിയിങ് കോസ്റ്റ്. C is consumption, annual consumption. O is ordering cost. I is carrying cost. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ താഴെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇൻ എ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഈസ് ഗിവൺ ആസ് വീക്ക്ലി, മന്ത്ലി ഓർ ഹാഫ് ഇയർലി, ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ആനുവൽ റിക്വയർമെൻറ്റ്. എല്ലാം ആനുവൽ റിക്വയർമെൻറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ വീക്ക്ലി ആണോ മന്ത്ലി ആണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് തിരുത്തുക. If the carrying or storage cost is given as percentage of average stock price per unit per year, calculate the carrying cost by multiplying the percentage കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ക്യാരിയിങ് കോസ്റ്റ് കൃത്യമായിട്ട് കണക്കാക്കുക. ഇനി അടുത്തത് എക്സാമ്പിൾ 7 ശ്രദ്ധിക്കുക. 7 കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്നും EOQ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിലാദ്യം തന്നെ ആനുവൽ കൺസംഷൻ കൊടുത്തിരിക്കുന്നു, അതാണ് നമ്മുടെ C. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ കൊടുത്തിരിക്കുന്നു, അതാണ് നമ്മുടെ എന്ത് O. ഇനി കോസ്റ്റ് പെർ kg ഓഫ് മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ എത്ര ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്, അത് 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് I കിട്ടിയിട്ടില്ല, ഓർഡറിങ് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഓർഡറിങ് കോസ്റ്റ് അല്ല, നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് കിട്ടിയിട്ടില്ല, അതായിരുന്നു I വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് കോസ്റ്റ് ആണ് എന്ത് ഇതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത്, I ആയിട്ട് വരുന്നത്. അത് 8% പറഞ്ഞത്, അതായത് 2ൻ്റെ 8%. 2ൻ്റെ 8% എന്ന് വെച്ചാൽ 0.16 2 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100 എത്ര വരും? 0.16. ഓക്കെ, അപ്പോൾ നമുക്ക് C is equal to 10,000, ആനുവൽ കൺസംഷൻ is 10,000, O is equal to 50 and I is equal to 0.16. So root of 2 into ശ്രദ്ധിക്കുക, root of 2 into 10,000 into 50 divided by 0.16. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വന്നു? 20,000 വന്നു. 20,000 ഇൻറ്റു 50 വലിയൊരു സംഖ്യ വരിക. ഓക്കെ, 20,000 ഇൻറ്റു 50 വലിയൊരു സംഖ്യ വരും. അതിനെ 0.16 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റൂട്ട് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് 2,500 kg. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക,
നമ്പർ ഓഫ് ഓർഡേഴ്സ്, എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ആനുവൽ കൺസംഷൻ, സി ഡിവൈഡ് ബൈ EOQ. അപ്പോൾ ഒരു വർഷത്തിൽ 4 ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് EOQ ടെക്നിക്കിൽ പറയുന്നത്. നമുക്ക് ഇവിടെ ആകെ ഇതിൻ്റെ ആൽജിബ്രൈക് ടെക്നിക്ക് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. അതിലെന്താ പറയുന്നത്? ഫോർ എഫിഷ്യൻറ്റ് സ്റ്റോറേജ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഇസ് നെസസറി. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ദിയർ നേച്ചർ. അതായത് ഇരുമ്പിനൊക്കെ ഒന്നിൽ വെക്കുക, അല്ലെങ്കിൽ മൊത്തം മെറ്റൽസിനെ ഒന്നിലാക്കി വെക്കുക, അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് ഇരുമ്പിനൊന്നിൽ, അലൂമിനിയത്തിനൊന്നിൽ, കോപ്പറിനൊന്നിൽ, അതാണ് ക്ലാസിഫിക്കേഷൻ. ഇനി കോഡിഫിക്കേഷൻ ആണ് ഓരോന്നിനും ഓരോ കോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന സംഗതി, ഇന്ന ക്വാളിറ്റിക്ക് ഇന്ന കോഡ്. ഓക്കെ, അത് വെച്ചാണ് കോഡിഫിക്കേഷൻ. ഇതൊന്നാണ് ഒരു ലെവൽ ഓഫ്, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ നമ്മൾ ഓൾറെഡി 2 ടെക്നിക്സ് കണ്ടു. ഫസ്റ്റ് വൺ EOQ ആയിരുന്നു, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇനി അടുത്തത് സ്റ്റോക്ക് ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് ലെവൽസ് നോക്കാം. ക്യാരിങ് ടു മച്ച് ഓർ ടു ലെസ് ഇൻവെൻട്രീസ് ഇസ് ഹാർംഫുൾ ഫോർ എൻ എൻ്റർപ്രൈസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ഓർ ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. മാനേജ്മെൻറ്റ് മേ ഫിക്സ് സർട്ടൻ സ്റ്റോക്ക് ലെവൽ like maximum level, minimum level, reorder level, average level, danger level. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും കുറയ്ക്കാനായിട്ട് സർട്ടൻ ലെവൽസ് ഫിക്സ് ചെയ്യും മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും സ്റ്റോക്ക് വെക്കേണ്ടത്. ഒന്ന് മാക്സിമം ലെവൽ, ഇതിനപ്പുറത്തേക്ക് സ്റ്റോക്ക് പോകാൻ പാടില്ല. മിനിമം ലെവൽ, ഇതിന് താഴെ പോകാൻ പാടില്ല. റീഓർഡർ ലെവൽ, ഏത് ലെവൽ വരുമ്പോഴാണ് വീണ്ടും പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുക്കേണ്ടത്. ആവറേജ് ലെവൽ, പിന്നെന്താണ് ഡേഞ്ചർ ലെവൽ. അതായത് ആ ലെവൽ എത്തുമ്പോഴേക്കും എന്താണ് എങ്ങനെയെങ്കിലും സ്റ്റോക്ക് അധികം എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് മാക്സിമം ലെവലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം മാക്സിമം ലെവലിനെ കുറിച്ച് നോക്കാം. മാക്സിമം സ്റ്റോക്ക് ഇസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി. ഇറ്റ് ഇസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് എൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. അതായത് ഏറ്റവും ലെവൽ, അതായത് നമ്മൾ ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ലെവലാണിത്, ഈ പറഞ്ഞ മാക്സിമം ലെവൽ ഓഫ് സ്റ്റോക്ക്. അതിനപ്പുറത്തേക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഏറ്റവും ടോപ്പിലല്ല വെക്കുക, അതിനൊരു ഫിക്സേഷൻ വരും. നമ്മൾ ഒരു എന്താണ് ഒരു പെർസെൻറ്റേജ് ഒഴിച്ചിട്ട് ഇത് ഇത്ര ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ലെവലായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ അതിലൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു, ഒന്നുകൂടി എഴുതാം, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്രദ്ധിക്കാം, മിനിമം ലെവലാണ്. അപ്പോൾ മിനിമം ലെവലിൽ എന്താണ്? മിനിമം സ്റ്റോക്ക് ലെവൽ ഇസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈംസ്. അതായത് എപ്പോഴും ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ അതൊരു മിനിമം ലെവൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. എന്ത്? മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ അതിന് താഴെ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ് മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ മാക്സിമം ലെവൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. റീഓർഡർ ലെവൽ പ്ലസ് എന്താണ് റീഓർഡർ ക്വാണ്ടിറ്റി ആയിരുന്നു, മൈനസ് എന്തായിരുന്നു മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് മിനിമം ലെവലിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് നോർമൽ കൺസംഷൻ എന്താണ്? അത് ആവറേജ് കൺസംഷൻ ആണ്. അതെങ്ങനെ കാണുന്നത് വെച്ചാൽ മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡ് ബൈ 2 ആണെന്ത് നമ്മുടെ നോർമൽ കൺസംഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് റീഓർഡർ ലെവലാണ്. അപ്പോൾ എന്താണ് റീഓർഡർ ലെവൽ? ദിസ് ഇസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഇസ് പ്ലേസ്ഡ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ. അതായത് ഈ ഒരു ലെവൽ വരുമ്പോഴാണ് എന്താണ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, വെൻ ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് ദിസ് ലെവൽ ദ സ്റ്റോർ കീപ്പർ ഷുഡ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. അതായത് ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നമ്മളിപ്പോൾ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ 3 അതൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് താന്നിട്ട് ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിന് ഓർഡർ കൊടുക്കുക. ആ ലെവൽ നമ്മൾ നിശ്ചയിക്കുന്നതാണ് റീഓർഡർ ലെവൽ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഓർഡറിംഗ് ലെവൽ.
അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, മാക്സിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. മിനിമം കൺസംഷൻ പ്ലസ് എന്ത് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഒന്നുകിൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, അല്ലെങ്കിൽ മിനിമം കൺസംഷൻ ഇൻറ്റു ആവറേജ് മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. അപ്പോൾ അതായത് ഒരു സ്ഥാപനം വെക്കുന്ന ശരാശരി സ്റ്റോക്ക് ലെവൽ എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യുക. ആവറേജ് സ്റ്റോക്ക് ലെവൽ. ദിസ് ഇസ് ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ബൈ എ കൺസേൺ. ഒരു കൺസേൺ വെക്കുന്ന ആവറേജ് സ്റ്റോക്കാണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫോളോയിങ് ഫോർമുല. അപ്പോൾ ഇത് താഴെ പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകിൽ മിനിമം ലെവൽ, നമ്മൾ കണ്ട മിനിമം ലെവൽ പ്ലസ് എന്താണ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2 കിട്ടിയാൽ എന്ത് 2 ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് എന്താണ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവലിൻ്റെ കൂടെ ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി കൂട്ടിയാലും എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് കിട്ടും. അല്ലെങ്കിൽ മിനിമം ലെവലിൻ്റെ കൂടെ മാക്സിമം ലെവലിൽ കൂട്ടുക, ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോർമുല റിഫൈൻഡ് ഫോർമുലയാണ്. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ് അധികം എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇത് എന്താണ് സെക്കൻഡറി ആണ്, പക്ഷേ ഇതിൻ്റെ ബേസിലും ചോദിക്കുമ്പോൾ ആദ്യം രണ്ടും മാക്സിമം മിനിമം ലെവലും കണ്ടിട്ട് ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇത് കാണുക. അല്ലെങ്കിൽ ഇപ്പോൾ വെറും എന്താണ് ഈ റീഓർഡർ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം ലെവൽ കണ്ടു കഴിഞ്ഞാൽ ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. അടുത്തത് എന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ? അടുത്തത് ഡേഞ്ചർ ലെവലാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നെവർ ഫെയിൽ. അതായത് ഫോൾ. നമ്മളൊരു മിനിമം ലെവൽ വെക്കും, അതിനും കുറച്ചും കൂടി താഴെ പോയി കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഡേഞ്ചർ ലെവൽ വരും. അതിന് താഴെ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഔട്ടാവും. പിന്നെ പ്രൊഡക്ഷൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ എത്തിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാതിരിക്കുക. ഈ ലെവലെത്തി എങ്ങനെയെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യുക? സ്റ്റോക്ക് ഇറക്കാനുള്ളൊരു മാർഗം നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിനെ വാർണിംഗ് ലെവൽ എന്നും ഈ ഒരു ലെവലിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആണ് ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് എന്ത്? ഡേഞ്ചർ ലെവൽ. ഓക്കെ, ഇനി എന്താണ് റീഓർഡർ പീരീഡ്? ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ലെവൽ ദ ടേം റീഓർഡർ പീരീഡ് റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽ. അതായത് റീഓർഡർ പീരീഡ് എന്താണ്? പുതിയ മെറ്റീരിയൽ കിട്ടാനുള്ള ടൈം. നമ്മൾ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് അന്ന് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല, 2-3 ദിവസങ്ങൾ പിടിക്കാം. അതിൻ്റെ പേരാണ് എന്ത്? റീഓർഡർ പീരീഡ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 8 ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദ ലാസ്റ്റ് ഇയർ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ലെവൽ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും എന്താണ് സ്റ്റോറിൻ്റെ സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം യൂസേജ് 300 നമ്പറാണ്. മാക്സിമം യൂസേജ് ആണ്. ഓക്കെ, അതായത് മാക്സിമം കൺസംഷൻ 300 നമ്പറാണ് സ്റ്റോക്കിൻ്റെ. മിനിമം കൺസംഷൻ അല്ലെങ്കിൽ മിനിമം യൂസേജ് 200 ആവറേജ് യൂസേജ് അല്ലെങ്കിൽ നോർമൽ യൂസേജ് 225 ടൈം ലാഗ് അതായത് എന്താണ് മെറ്റീരിയലിൻ്റെ മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് വെച്ചാൽ 6 മാസമാണ്. മിനിമം 2 മാസമാണ്. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 750 അപ്പോൾ ഇത് വെച്ച് നമ്മൾ സ്റ്റോക്ക് ലെവലുകൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. ആദ്യം റീഓർഡർ ലെവലാണ് കാണേണ്ടത്. അപ്പോൾ റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ മാക്സിമം കൺസംഷൻ എത്രയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? മാക്സിമം കൺസംഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 300 നമ്പറാണ്. ഓക്കെ, 300 മാക്സിമം കൊടുത്തിരിക്കുന്നത്. മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? അത് 6 മാസമാണ്. അപ്പോൾ 300 × 6 എന്താണ്? അപ്പോൾ റീഓർഡർ ലെവൽ 1800. അപ്പോൾ 1800 നമ്പർ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അടുത്ത റീഓർഡർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ് നമ്മുടെ മാക്സിമം ലെവലായിരുന്നു. അതിന് 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിന് ഒരു ഇക്വേഷനാണ് റീഓർഡർ ലെവലിൻ്റെ കൂടെ റീഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം ലെവൽ നമ്മൾ ഇക്വേഷനാണ് കണ്ടത്. ആ ഒരു ഇക്വേഷൻ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റീഓർഡർ ലെവൽ പ്ലസ് എന്താണ് റീഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതായത് റീഓർഡർ ലെവൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1800 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്യുക. നമ്മുടെ റീഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. മൈനസ് എന്ത് ചെയ്യുക?
മിനിമം കൺസംഷൻ, അതായത് മിനിമം യൂസേജ് 200 200 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 200 ഇൻറ്റു 2 400, അപ്പോൾ 1800 750 ആഡ് ചെയ്തിട്ട് 400 മൈനസ് ചെയ്താൽ 2150 മാക്സിമം ലെവൽ. അതിനപ്പുറത്തേക്ക് സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മറക്കാതിരിക്കുക. ഇക്വേഷൻ ആണ് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, നിങ്ങൾ മിനിമം ലെവലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മിനിമം ലെവലാണ്. മിനിമം ലെവലിൽ ഇക്വേഷൻ എന്തായിരുന്നു നേരത്തെ കണ്ടത്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം റീഓർഡർ പീരീഡ് പ്ലസ് എന്താണ് മിനിമം റീഓർഡർ പീരീഡ് ചെയ്തിട്ട് ആദ്യം നോർമൽ റീഓർഡർ പീരീഡ് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം ഈ നോർമൽ റീഓർഡർ പീരീഡ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിനിമം ലെവൽ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഈ നോർമൽ റീഓർഡർ പീരീഡ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം റീഓർഡർ പീരീഡ് നമുക്ക് എത്ര കിട്ടിയത്? മാക്സിമം റീഓർഡർ പീരീഡ് ക്വസ്റ്റ്യനിലുള്ളത് 6, മിനിമം റീഓർഡർ പീരീഡ് ഉള്ളത് 2. അതിൽ 2 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4 മാസം കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ പറയുന്ന മിനിമം ലെവൽ കാണുക. അപ്പോൾ മിനിമം ലെവൽ കാണണമെങ്കിൽ എന്താണ്? റീഓർഡർ ലെവൽ എത്രയാ? 1800. നോർമൽ കൺസംഷൻ എത്രയാ? നോർമൽ കൺസംഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന നോർമൽ കൺസംഷൻ ഇത് 1800. നോർമൽ കൺസംഷൻ 225 ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോർമൽ റീഓർഡർ പീരീഡ് 4 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1800 മൈനസ് ചെയ്താൽ 900 എന്ത് മിനിമം ലെവൽ എന്ന് വെച്ചാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്? മിനിമം ലെവൽ പ്ലസ് എന്ത് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ 750 ഹാഫ്, അപ്പോൾ എത്ര വരും? 375 വരും. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടും 1275 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ലെവൽ കാണുന്നത്. വളരെ സിമ്പിളാണ്. ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കുക. സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ തന്നെ എന്താണ് നമുക്ക് ഇതിനൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ യൂസേജ് റേറ്റ് ഓഫ് ഇൻവെൻട്രി or sales or demand rate and delivery time are not easily predictable. The usage rate may vary over time. Likewise, material ordered do not always arrive in time. Okay, these factors may lead to stock outs. This can be largely avoided by carrying safety stock of inventory for emergencies. A safety stock is an additional supply of inventory that is carried all time to be used when normal stocks run out. അതായത് നമ്മുടെ നോർമൽ സ്റ്റോക്ക് എന്താണ് തീരുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ തീരുന്ന നേരത്തെ പെട്ടെന്ന് നമുക്ക് എമർജൻസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ലെവലാണ് ഈ സേഫ്റ്റി സ്റ്റോക്ക്. അതെപ്പോഴും യൂസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അടുത്ത് അതിന് സപ്ലയേഴ്സിന് എപ്പോഴും സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ ഇത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ സ്റ്റോക്ക് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് സേഫ്റ്റി സ്റ്റോക്ക്. അത്ര അതിൽ പഠിക്കാനുള്ളത് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് നോക്കുക. അതൊരു എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നീക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത് എന്താണ്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസിനെ കുറിച്ചിട്ടാണ്. അടുത്തൊരു ടെക്നിക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ശ്രദ്ധിക്കുക. അത് എന്താണ്? മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അത് എത്ര മെറ്റീരിയൽ നമ്മളൊരു വർഷം അല്ലെങ്കിൽ ഒരു പീരീഡിൽ കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയാനാണ് ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നതിനെ പറയും. അപ്പോൾ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമിൻ്റെ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടുക മൈനസ് എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആവറേജ് സ്റ്റോക്ക് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 ആണ്. ഇനി മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഡേയ്സിൽ കാണണമെങ്കിൽ 365 ഡിവൈഡ് ബൈ എന്താണ്? മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് ആണ്. അതായത് ഇതിനെ ഡേയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും? ഇൻ ടൈംസ് കൊടുത്താൽ ഇതിനെ ഡേയ്സിൽ നമുക്ക് എന്താണ് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ്റർപ്രിട്ടേഷനിൽ എ ഹൈ ടേൺ ഓവർ റേഷ്യോ ഓർ ലെസ്സർ ഡേയ്സ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റീരിയൽ ആസ് ഫാസ്റ്റ് മൂവിങ്, ലോവർ ഒബ്സലൻസ്, ആവറേജ് ക്യാരിങ്. അതായത്
ഇതിന് ഡേയ്സ് കുറയാനാണ് ഏറ്റവും നല്ലത്, കുറയുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താണ്, മെറ്റീരിയൽ അത്രയും വേഗം മൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ 9 ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഓഫ് 2 ഐറ്റംസ്. അപ്പോൾ 2 ഐറ്റംസിന് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാനാണ് പറയുന്നത്. പുട്ട് ഫോർവേഡ് യുവർ കമൻറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞത്? മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണണം. അതിനായിട്ട് രണ്ട് മെറ്റീരിയലിൻ്റെയും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണുക. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടുക, രണ്ടിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടുക, എമൗണ്ട് കിട്ടും. ആ പർച്ചേസിൻ്റെ നിന്ന് മൈനസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടൊന്നും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആവറേജ് സ്റ്റോക്ക് കാണുക. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യുക. ഓപ്പണിങ്ങിൻ്റെ കൂടെ ക്ലോസിംഗ് ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണുക. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് രണ്ടിൻ്റെയും എഴുതി വെക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടൈംസിൽ അത് കിട്ടും. ഒന്ന് 7 ടൈംസ്, ഒന്ന് 2.3 ടൈംസ്. അത് കഴിഞ്ഞിട്ട് ഇൻവെൻട്രി ടേൺ ഓവർ ഡേയ്സിൽ കാണുന്നുണ്ടെങ്കിൽ 365 ഡിവൈഡ് ബൈ ഇത് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കിട്ടിയ ടൈംസ് ഡിവൈഡ് ചെയ്യുക. അതേമാതിരി 365 ഡിവൈഡ് ബൈ ഇവിടെ കിട്ടിയ ടൈംസ്. അപ്പോൾ ഇവിടെ 52, ഇവിടെ 159. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമൻറ്റ്സ് എത്തിക്കാം. മെറ്റീരിയൽ എ എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആണ്, 52 ദിവസമേ വരുന്നുള്ളൂ. അതിനിടയ്ക്ക് ടേൺ ഓവർ നടക്കുന്നുണ്ട്. ഇത് 159 ദിവസമാണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ എ ഈസ് ലൈങ് ഇൻ സ്റ്റോക്ക് ഓഫ് 52 ഡേയ്സ് ഓൺലി ആസ് കമ്പയർഡ് ടു മെറ്റീരിയൽ എ. ബി ഈസ് സ്ലോ മൂവിങ്. ബി എന്താണ്? സ്ലോ മൂവിങ് ആണ്. അതിന് 151 ദിവസങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്താണ്? ടെക്നിക്ക് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എന്താണ്? സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻവെൻട്രി കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇൻ വാക്സ് ഓഫ് ലൈഫ് വി ഫൈൻഡ് ഫിനോമിന ദ വൈറ്റൽ ഫ്യൂ ആൻഡ് ട്രിവിയൽ മെനി. എന്താണ് വൈറ്റൽ ഫ്യൂ എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്ക് മാനേജ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞത്. സെലക്റ്റീവ് ഇൻവെൻട്രി ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ടി വി സെറ്റ് 5% ഓഫ് ഇറ്റ്സ് പാർട്ട് കോൺട്രിബ്യൂട്ട് 80% ഓഫ് കോസ്റ്റ്. അതായത് ഒരു ടി വി സെറ്റിൽ ഒരു 5% സാധനത്തിനാണ് 80% ചിലവ് വരുന്നത്. ഇൻ ഇന്ത്യ ഓൺലി 10% ഓഫ് പോപ്പുലേഷൻ പേ ടാക്സസ്. ഇന്ത്യയിൽ തന്നെ 10% ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സ് കൊടുക്കുന്നുള്ളൂ. ആ ആൾക്കാർ കൊണ്ടാണ് അപ്പോൾ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് ടാക്സ് കൊടുക്കാത്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്നത് ഈ 10% ആൾക്കാർ കൊണ്ടാണ്. ഇനി നമ്മുടെ ബോഡിയിൽ തന്നെ എന്താണ്? 10% ഓർഗൻസ് ആണ് വൈറ്റൽ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജീവൻ നിലനിർത്തുന്ന ഓർഗൻസ് 10% ആണ്. ദിസ് ഡിസ്കവറി വാസ് മെയ്ഡ് ബൈ വിൽഫ്രെഡോ പാരറ്റോ. പാരറ്റോ എന്ന് പറഞ്ഞ ഈ ഒരു എന്താണ് എക്കണോമിസ്റ്റ് ആണ്. അല്ല, ഇദ്ദേഹം എക്കണോമിസ്റ്റ് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ മാനേജ്മെൻറ്റിന് എക്കണോമിക്സിനുണ്ട്. ഇദ്ദേഹമാണ് ഈ പറയുന്ന ഈ പാരറ്റോ അനാലിസിസ് തന്നെ പറയുന്നുണ്ട്. കാര്യം വൈറ്റൽ ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ് സ്റ്റോക്കിൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മറ്റൊരു പേരാണ് പാരറ്റോ ലോ. ഹി വാസ് എൻ ഇറ്റാലിയൻ ഫിലോസഫർ ആൻഡ് എക്കണോമിസ്റ്റ്. ഹി വർക്ക്ഡ് ഔട്ട് the distribution of income in East Russia and found that 20% people got 80% of money. This law is commonly used in welfare economics. അപ്പോൾ ഈ ഒരു ലോ എപ്പോഴും വെൽഫെയർ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. The same phenomena is noticeable in inventories as well. One would find that 20% of total stock contribute 80% of value, and these 20% are most crucial as far as companies' production stock is concerned. Selective inventory control. ആ ഇൻവെൻട്രി കൺട്രോൾ ടെക്നീക്സിൽ ഒരുപാട് സബ് ടെക്നീക്സ് വരുന്നുണ്ട്. ഓക്കെ, സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു കോമൺ നെയിമാണ്. അപ്പോൾ താഴെ പറയുന്ന ഈ ഓരോ എന്താണ് ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും എന്താണ് ഒരു മൊത്തമായിട്ടുള്ള പേരാണെന്ത്? സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നീക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ABC അനാലിസിസ് ആണ്. രണ്ടാമത് VED അനാലിസിസ്. മൂന്നാമത്തതായിട്ട് SAP അനാലിസിസ് ആണ്. പിന്നെ വരുന്നത് FSN അനാലിസിസ് ആണ്. പിന്നീട് HML അനാലിസിസ്, പിന്നീട് SDE അനാലിസിസ്, പിന്നെ SOS അനാലിസിസ്, ഗോൾഫ് അനാലിസിസ്, XYZ അനാലിസിസ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ABC അനാലിസിസിനെ കുറിച്ചിട്ടും VED അനാലിസിസിനെ കുറിച്ചിട്ടും മാത്രമേ ഡിസ്കസ്. അപ്പോൾ ആദ്യം ABC അനാലിസിസിനെ കുറിച്ച് നോക്കാം. അതിൻ്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക. ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഓർ ആൽഫബറ്റിക് കൺട്രോൾ ആണ്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ അല്ലെങ്കിൽ ആൽഫബറ്റിക് കൺട്രോൾ എന്നതാണ് ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇൻ കേസ് ഓഫ് ലാർജ് കൺസേൺസ് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ആർ കെപ്റ്റ് ഇൻ സ്റ്റോർ.
Therefore, it is practically impossible to concentrate on each and every item. In such situations, ABC analysis is used with a view to exercise better control over materials. It is one of the best and popular techniques of inventory control. അതായത് ലാർജ് കൺസേൺസിൽ ഓരോ ഐറ്റംസ് എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇതിനൊന്ന് വേർതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ് എന്ന് വെച്ചാൽ. അതായത് ABC എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ട് സ്റ്റോക്കിനെ തിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ദെയർ വാല്യൂ. അപ്പോൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഹൈ വാല്യൂ മെറ്റീരിയൽസ് ഉണ്ടാവുക, ബിയിൽ എന്താണ് മീഡിയം വാല്യൂ അല്ലെങ്കിൽ മോഡറേറ്റ് വാല്യൂ ഉണ്ടാവുക, സിയിൽ എന്താണ് ലോ വാല്യൂ ഐറ്റംസ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ABC അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അതാണ് എന്താണ് കാറ്റഗറി ABC, അതിൻ്റെ പെർസെൻറ്റേജ് എന്താണ്, അതിൻ്റെ വാല്യൂ, ഈ വക കാര്യങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന് ഇത് കോസ്റ്റ് വാല്യൂ ആണ്, ഇത് അതിൻ്റെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ എയിൽ വരുന്നത് 10 നമ്പറാണ്, അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 70%. 20 എണ്ണാണ് ബിയിൽ വരുന്നത്, അതിൻ്റെ വാല്യൂ 25. 70 എണ്ണം വരുന്നതിൻ്റെ വാല്യൂ വെറും 5%. ഓക്കെ, ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, എന്താണ് പ്രൊപ്പോർഷണൽ പാർട്സ് വാല്യൂ അനാലിസിസ് എന്നാണ്. പ്രൊപ്പോർഷണൽ പാർട്സ് വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെത്തേഡ് എന്നും ABC അനാലിസിസിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലപ്പം എന്താണ് പ്രൊപ്പോർഷണൽ പാർട്സ് വാല്യൂ അനാലിസിസ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെത്തേഡ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ വരേണ്ടത് ABC അനാലിസിസ് ആണ്. അതായത് സ്റ്റോക്കിനെ 3 ആയിട്ട് തരംതിരിക്കുക, എയും ബിയും സി ആയിട്ട്. വാല്യൂ കൂടുന്നത് എ, വാല്യൂ കുറവുള്ളത് ബി, വാല്യൂ തീരെ കുറവുള്ളത് സി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനാലിസിസ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ ടെക്നിക്കിൽ ആകെ 2 എണ്ണം പഠിക്കുന്നത്. ഒന്ന് ABC ആൻഡ് VED ആണ്. VED എന്താ പറഞ്ഞത്, ദിസ് ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് അപ്ലിക്കബിൾ ടു സ്പെയർ പാർട്സ്, ഓയിൽസ്, ലൂബ്രിക്കൻസ് ആൻഡ് സച്ച് ലൈക്ക്. സ്പെയർ പാർട്സിനും ഓയിൽസിനും ലൂബ്രിക്കൻസിനും ഒക്കെയാണ് ഇത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. സ്പെയർ പാർട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ ഏറ്റവും ആവശ്യമുള്ളത്, എസെൻഷ്യൽ ആവശ്യമുള്ളത്, ഡിസൈറബിൾ നമുക്ക് ആഗ്രഹിക്കുന്നത്. ഈ 3 തരത്തിലാണ് സ്പെയർ പാർട്ടുകൾ തരംതിരിക്കുന്നത് ഈ ഒരു VED അനാലിസിസിൽ. ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷൻ, അത് പ്രൊഡക്ഷന് വളരെ ക്രിട്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ABC അനാലിസിസിനും VED അനാലിസിസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നെന്താണ് ABC എന്താണ് നമ്മുടെ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ് ABC ആയിട്ട് വാല്യൂ പ്രകാരം 3 ആയിട്ട് തരംതിരിക്കുക. ഇനി VED അനാലിസിസിൽ പറയുന്നത് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ ആയിട്ട് സ്പെയറുകളൊക്കെയാണ് അധികം ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. ഇനി ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസിൻ്റെ ഏജിങ് ഷെഡ്യൂളാണ്. എ ഷെഡ്യൂൾ ഇൻ വിച്ച് ഇൻവെൻട്രീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരീഡ് ഓർ ഏജ് ഓഫ് ദെയർ ഹോൾഡിംഗ് ഇൻ സ്റ്റോർസ് ഇസ് കോൾഡ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രി. അപ്പോൾ എന്താണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ എ ഷെഡ്യൂളാണ്, അതൊരു ഷെഡ്യൂളാണ്. ഇൻ വിച്ച് ഇൻവെൻട്രീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരീഡ് ഓർ ഏജ് ഓഫ് ദെയർ ഹോൾഡിംഗ്. എത്ര കാലമായി ഇൻവെൻട്രി സൂക്ഷിക്കുന്നു, അതിനനുസരിച്ച് ഇൻവെൻട്രി തരംതിരിക്കുന്നതിൻ്റെ പേരാണ് ഏജിങ് ഷെഡ്യൂൾ. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള ഇൻവെൻട്രി ആണെങ്കിൽ അതിനെ വേറൊരു കാറ്റഗറിയിൽ വെക്കുക, അടുത്ത് വാങ്ങിയതാണെങ്കിൽ വേറെ കാറ്റഗറി, ഇന്ന് വാങ്ങിയതാണെങ്കിൽ അത് വേറെ കാറ്റഗറി. അതിന് ഏജ് അനുസരിച്ചിട്ട് അതിപ്പോൾ മാസങ്ങളുടെ കണക്കാവാം, ദിവസങ്ങളുടെ കണക്കാവാം, വർഷങ്ങളുടെ കണക്കാവാം. അത് ഓരോ ടൈപ്പ് ഓഫ് ഇൻവെൻട്രി അനുസരിച്ച് മാറും. നേച്ചർ ഓഫ് ഇൻവെൻട്രി അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡ്യൂറേഷന് മാറ്റങ്ങൾ വരും. ഈ ഡ്യൂറേഷന് മാറ്റം വരുത്തിക്കൊണ്ട് തരംതിരിക്കുന്നതിൻ്റെ പേരാണ് ഏജിങ് ഷെഡ്യൂൾ. അതിനൊരു ഷെഡ്യൂൾ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഇതെങ്ങനെ ഉണ്ടാവും ഏജിങ് ഷെഡ്യൂൾ. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. എത്ര ദിവസങ്ങളുടെ കണക്ക് ഇങ്ങനെ ഷെഡ്യൂൾ വെക്കുക. 0 മുതൽ 15 ദിവസത്തിനുള്ളിലുള്ളത്, 16 ദിവസം മുതൽ 30 ദിവസത്തിന് അതിൻ്റെ ഇടയിലുള്ളത്, 31 മുതൽ 45 ഇടയിലുള്ളത്, 46 മുതൽ 60 വരെ ഉള്ളത്, പിന്നെ 61 മുകളിൽ ദിവസങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് ഓഫ് പർച്ചേസ് ചെയ്ത എമൗണ്ടുകൾ എഴുതി വെക്കുക. ടോട്ടൽ എത്ര ശതമാനം ഓരോന്നുണ്ടെന്ന് ഇവിടെ എഴുതി വെക്കുക. ഇതെന്തായാലും 100% വരുള്ളൂ, ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് ഏജിങ് ഷെഡ്യൂളിൽ വരുന്നുള്ളൂ. പിന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജനറലി ദ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ നോട്ട് ഫുള്ളി കൺസ്യൂംഡ്. ദർ ഈസ് സം quantity of stock at any time. To check the material losses, it is necessary to properly verify the material in stock. There are 2 main methods of verification of material. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പ്രൊഡക്ഷന് യൂസ് ചെയ്താൽ എല്ലാം ഫുള്ളി കൺസ്യൂം ചെയ്യില്ല, അപ്പോൾ ചിലതൊക്കെ ബാക്കി കിടക്കും. അത് വെരിഫൈ ചെയ്യലാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അതിന് 2 മെത്തേഡ് ഉണ്ടെന്ന്, പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം, അടുത്തത് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം. 2 മെത്തേഡുള്ളത്, ഒന്ന് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം, അടുത്തത് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം.
ഫസ്റ്റ് പറഞ്ഞത് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അണ്ടർ പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ദ എൻറ്റയർ സ്റ്റോക്ക് ഈസ് വെരിഫൈഡ് അറ്റ് എ ടൈം അറ്റ് പീരിയോഡിക് ഇൻ്റർവെൽസ്. അതായത് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ രണ്ട് സിസ്റ്റം ഉള്ളത്, ഒന്ന് പീരിയോഡിക്കും ഒന്നെന്താണ് പെർപ്പച്വലും. അപ്പോൾ പീരിയോഡിക് ആകുന്ന നേരത്ത് ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ സ്ഥാപനത്തിനുള്ളിലുള്ള എല്ലാ സ്റ്റോക്കും വെരിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് ധാരണ കിട്ടും. അതാണ് പീരിയോഡിക് ഇൻവെൻട്രി. ഇനി അടുത്തത് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്താണ്? ദ സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് വൈൽ ദ മെറ്റീരിയൽ ഈസ് ഇൻ സ്റ്റോറേജ് ഇസ് കോൾഡ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അതായത് എന്നും ഇൻവെൻട്രി എടുത്ത് വെക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് എടുക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു ദിവസം പോലും അതിനൊരു ഡൗട്ട് വരില്ല. പെർപ്പച്വലായിട്ട് ഇൻവെൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നു, പെർപ്പച്വലായിട്ട് സ്റ്റോക്ക് ചെക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് പെർപ്പച്വൽ സിസ്റ്റം. മറ്റേത് പീരിയോഡിക്കലാണ്. 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്യും, അതവിടെ സൂക്ഷിക്കും. ഓക്കെ, പക്ഷേ ഒരു ഡെയിലി എന്താണ് ഡാറ്റ കിട്ടില്ല അതിന്. പക്ഷേ ഇത് എന്ത് ചെയ്യും, ഒരു ഡെയിലി ഡാറ്റ കിട്ടും. പക്ഷേ ഇത് കുറച്ചും കൂടി വർക്ക് ലോഡ് കൂടുതലാണ് ഡെയിലി നമ്മൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്കാണ്. അടുത്ത ഇൻവെൻട്രി ടെക്നിക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ ടൈം ആണ്. ഇതൊരു ജാപ്പനീസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഇൻ ടൈം ഇസ് എ മോഡേൺ ടെക്നിക്ക് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ജപ്പാൻ. അപ്പോൾ ജപ്പാനാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബൈ തായ്ചി ഓനോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ജാപ്പനീസ് മോട്ടോർ കമ്പനി ടൊയോട്ട. നമുക്കെല്ലാം പരിചയമുള്ള ഒരു കമ്പനിയാണ്. ടൊയോട്ടയിലാണ് ആദ്യം ഇത് യൂസ് ചെയ്യുന്നത്. ദ സിസ്റ്റം എയിംസ് അറ്റ് മിനിമൈസിങ് ഇൻവെൻട്രീസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് ഇൻവെൻട്രി സൂക്ഷിക്കുന്നത് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, എപ്പോഴാണോ ഇൻവെൻട്രി ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് അത് ഓർഡർ ചെയ്ത് വരുത്തുക, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഇത് വേണ്ട സമയത്ത് ഇൻവെൻട്രി ഇറക്കുക. അപ്പോൾ നമുക്ക് അതിന് സ്റ്റോറേജ് കോസ്റ്റ് കുറയും, ഓർഡറിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നാണ് ഇൻവെൻട്രി സംബന്ധമായിട്ടുള്ള ചിലവ് കുറയും. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ ഒരുപാട് വേസ്റ്റുകൾ അത് മാറ്റാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓവർ പ്രൊഡക്ഷൻ കുറയും, വെയിറ്റിംഗ് ടൈം കുറയും, ട്രാൻസ്പോർട്ട് കുറയും, പ്രോസസ്സിങ് കുറയും, ഇൻവെൻട്രീൻ്റെ അളവ് കുറയും, ക്വാളിറ്റി വർദ്ധിക്കും, പിന്നെ എന്താണ് ക്വാളിറ്റിയിൽ വരുന്ന വേസ്റ്റ് കുറയും, പിന്നെ എന്താണ് മോഷൻ കുറയും. ഓക്കെ, അപ്പോൾ അത് പിന്നെ പറഞ്ഞത് ഷിങ്കോ എന്ന് പറഞ്ഞിട്ട് ആളും കൂടി ഇതാണ് ഈ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഒരു ആർക്കിടെക്റ്റും കൂടിയാണ്. അയാൾ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? The term just in time refers to production only what is needed, when it is needed and in just the quantity needed. അതായത് എന്താണോ വേണ്ടത് അത് എപ്പോഴാണോ വേണ്ടത് എത്ര അളവിലാണോ വേണ്ടത് അത് മാത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരുപാട് സാധനം വാങ്ങി വെച്ചിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഇപ്പോൾ ടൊയോട്ടയ്ക്ക് ഒരു കാർ മാനുഫാക്ചറാണ്. ഒരുപാട് കാർ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ കാർ വിറ്റുപോയിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം ആണെങ്കിൽ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അതിന് ഒരു ടൈം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ടെക്നിക്കിൽ പറയുന്നത്. അപ്പോൾ അതിനൊരു സൈമ എന്ന ഒരു ടെർമിനോളജി, അതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻ ടൈം ഇസ് എ ടെക്നിക് ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് വർക്ക് ഫ്ലോസ് ടു അലോ റാപ്പിഡ് ഹൈ ക്വാളിറ്റി ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ വൈൽസ് മിനിമൈസിങ് മാനുഫാക്ചറിങ് വേസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ലെവൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് കണ്ടു, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കണ്ടു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് ആണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ്. അപ്പോൾ എന്താണ് റിസീവബിൾസ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾ എന്താണ്? റിസീവബിൾ മാനേജ് ചെയ്യൽ. അപ്പോൾ ആദ്യം എന്താ നോക്കേണ്ടത്? റിസീവബിൾസ് എന്താണെന്നുള്ളതാണ്. വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ സാധനങ്ങൾ കടത്തിന് വിൽക്കുകയാണെങ്കിൽ, ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ എന്ത് വരും? നമുക്ക് കടക്കാർ വരും. ആ കടക്കാർ തരുന്ന ബില്ല് അല്ലെങ്കിൽ കടക്കാരുടെ പേരാണ് എന്ത് ഈ റിസീവബിൾസ് എന്ന് വെച്ചാൽ. അതാണ് റിസീവബിൾസ്. ഓക്കെ, this means customers to whom goods are sold on credit do not make immediate payment. They will pay the account only in the future. Okay, when they make payment in future, receivables will be reduced. Thus receivables are assets created out of credit sales. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൽ നിന്നാണ് റിസീവബിൾസ് ഉണ്ടാകുന്നത്. ദേ ആർ അസറ്റ്സ് ഓൾസോ. ഭാവിയിൽ കിട്ടാനുള്ള പൈസ എന്നാണ് അസറ്റാണ്. ഓക്കെ, റിസീവബിൾസിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നിങ്ങൾ റിസീവബിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതി വെക്കുക. റിസീവബിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ ആദ്യം ഈ ഒരു മീനിങ് എഴുതി വെക്കുക, ഈ ഒരു മീനിങ് ഇത്രയും പോർഷൻ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കൂടി എഴുതി വെക്കുക. ഓക്കെ, റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഓക്കെ, ഇനി നോക്കാനുള്ളത് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, റിസീവബിൾ മാനേജ്മെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് മേജർ കോമ്പണൻറ്റ് ഓഫ് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്. The other
മേജർ കോമ്പണൻറ്റ് ഈസ് പേയബിൾസ് മാനേജ്മെൻറ്റ് ഓൾസോ. അതായത് റിസീവബിൾ മാനേജ് ചെയ്യുക, നമുക്ക് കിട്ടേണ്ട ക്രെഡിറ്റേഴ്സിനെയും നമുക്ക് കിട്ടേണ്ട ബിൽസ് റിസീവബിളിനൊക്കെ മാനേജ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് വാങ്ങിയെടുക്കലാണ് എന്ത് റിസീവബിൾ മാനേജ്മെൻറ്റ്. ഇനി പേയബിൾ മാനേജ്മെൻറ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിന് എന്തുണ്ട് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സിൽ താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നെന്താണ് സെയിൽസ് വർദ്ധിപ്പിക്കലാണ് അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. മൂന്നാമത്തത് മിനിമൈസ് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് റിസീവബിൾ ആണ്. നാലാമത്തത് ഫോർമുലേറ്റ് ക്രെഡിറ്റ് പോളിസിയാണ്. അഞ്ചാമത്തത് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ക്രെഡിറ്റ് പോളിസി. ഒന്ന് സെയിൽസ് വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക, കോസ്റ്റ് കുറയ്ക്കുക, ക്രെഡിറ്റ് പോളിസി ഉണ്ടാക്കുക, പിന്നെ എന്ത് ചെയ്യുക, കോസ്റ്റും ബെനിഫിറ്റും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ബാലൻസ് കൊണ്ടുവരിക. ഓക്കെ, അതാണ് റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിൽ രണ്ട് ഒബ്ജക്റ്റീവ് കൂടി പറയുന്നുണ്ട്. ടു ഇവാലുവേറ്റ് ആൻഡ് കൺട്രോൾ റിസീവബിൾസ് ആണ്. റിസീവബിൾസിനെ ഇവാലുവേറ്റും ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതേപോലെ അത് നിയന്ത്രിക്കുകയും ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് ടു കീപ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ റിസീവബിൾസ് അറ്റ് ആൻ ഒപ്റ്റിമം ലെവൽ. ഒരു ഒപ്റ്റിമം ലെവൽസിൽ എന്ത് ചെയ്യുക, റിസീവബിൾസിന് വെക്കുക. അത് തീരെ കുറയാനും പാടില്ല, തീരെ നമ്മൾ കടം കൊടുത്തിട്ടില്ലെങ്കിൽ സ്ഥാപനത്തിനെ ബാധിക്കരുത്, കാരണം തീരെ സെയിൽസ് നടക്കണ്ടാവും. കടം കൊടുക്കുന്നതിന് എന്ത് ചെയ്യുക, ഒരു അളവും വെക്കുക, അത് വാങ്ങിയെടുക്കുന്നതിന് എന്ത് ചെയ്യുക, ഒരു ഒപ്റ്റിമം ബാലൻസ് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് റിസീവബിൾസ് ആണ്. റിസീവബിൾസിൽ വരുന്ന കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം കോസ്റ്റ് ഓഫ് റിസീവബിൾസ് നോക്കാം. കോസ്റ്റിൽ പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കുക. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ദർ ആർ സെവറൽ കൈൻഡ്സ് ഓഫ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദം. അതായത് നമ്മളൊരു ഗുഡ്സ് ക്രെഡിറ്റിന് വെക്കുമ്പോൾ ഒരുപാട് മറ്റ് ചിലവ്, അനുബന്ധമായ ചിലവുകളും അതിൽ വരുന്നുണ്ട്. ഓക്കെ, ആ ക്രെഡിറ്റ് പോകുന്നത് നമുക്ക് കടം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടിയെന്നല്ല, ആ കടം കൊടുക്കുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടുമ്പോൾ ചിലവൊന്നുമില്ല, അപ്പോൾ തന്നെ പൈസ വെക്കുന്നു. പക്ഷേ റിസീവബിൾസ് വരുന്ന നേരത്തെ നമുക്ക് കുറേ ചിലവുകൾ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആണ്. അല്ലേ, നമ്മളെന്താണ് ഇതിന് കളക്ഷൻ ഒരാളെ വിടണം, ഇതിന് സ്റ്റാഫിന് അതിൽ വരുന്ന ചിലവുകൾ വരും. ഓക്കെ, അക്കൗണ്ടിന് അധികം പണിയാണ്, ചിലപ്പോൾ അധികം ഒരു അക്കൗണ്ടിന് വെക്കേണ്ടി വരും. ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിട്ട് വരും റിസീവബിൾസ് കുറേ ഉണ്ടെങ്കിൽ. ഓക്കെ, ഡയറക്റ്റായിട്ട് പൈസ കിട്ടുമ്പോൾ എന്തായി, വളരെ സ്ട്രേറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പെട്ടെന്ന് തീരും. പിന്നെ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്, അതായത് സെയിൽസും അതിൻ്റെ പേയ്മെൻറ്റും തമ്മിലൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ടൈം വാല്യൂ ഓഫ് മണി വരുന്നുണ്ട്, പൈസേൻ്റെ മൂല്യം കുറയുക ചെയ്യുക. അപ്പോൾ അത് എന്തിനെ ബാധിക്കും, നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കും. പിന്നെ എന്താണ് ഡിലിങ്ക്വൻസി കോസ്റ്റ് ആണ്, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടിയാണ്. നമുക്ക് ഡിലേഡ് പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ്, ആ പൈസ കിട്ടുന്നവരെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പൈസ കിട്ടാനുള്ള ആ ദിവസം തന്നെ ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നത് ചിലപ്പോൾ നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ വേറെ കടം വാങ്ങേണ്ടി വരും, അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഡിലിങ്ക്വൻസി കോസ്റ്റ് എന്തിൽ വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് റിസീവബിൾസിൽ വരുന്നുണ്ട്. പിന്നെ ഡിഫോൾട്ട് കോസ്റ്റും വരുന്നുണ്ട്. ചിലപ്പോൾ ഈ കടം വാങ്ങിക്കൊണ്ട അയാൾ മരിച്ചു പോവുകയോ, അയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയോ, അയാൾ ഇൻസോൾവൻ്റ് ആയി പോവുകയോ, അയാൾ പാപ്പരായി പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, പൈസ തന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഒരു ഡിഫോൾട്ട് കോസ്റ്റും കൂടി എന്താണ്, ഈ പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ ഡിഫോൾട്ട് കോസ്റ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് റിസീവബിൾസിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്. ഈ റിസീവബിൾസിന് എന്തുണ്ട്, ഇതിന് കോസ്റ്റ് മാത്രമല്ല അതിന് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. വൈൽ മേക്കിംഗ് ക്രെഡിറ്റ് സെയിൽസ് ദ സെല്ലിംഗ് ഫേം വിൽ ഗെറ്റ് സർട്ടൻ ബെനിഫിറ്റ്സ്. അതിന് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന് ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ പ്രോഫിറ്റ് ഇൻക്രീസ്. സെയിൽസ് ഇൻക്രീസ് ആയി എന്താവും, പ്രോഫിറ്റ് ഇൻക്രീസ് ആവും, എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും, നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് സ്ഥാപനങ്ങളെക്കാട്ടി കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടിയാൽ നമുക്ക് എന്താണ്, അതൊരു ബെനിഫിറ്റാണ്. ശ്രദ്ധിക്കുക, ടെക്നീക്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻ്റ് ആണ്. റിസീവബിൾ മാനേജ്മെൻറ്റിന് ചില ടെക്നീക്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ് പറയുന്നത് ഡിറ്റർമിനിങ് ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസിയാണ്. കൃത്യമായൊരു ക്രെഡിറ്റ് പോളിസി ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ടൊരു ഒപ്റ്റിമം ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഡിറ്റർമിൻ ചെയ്യാം. എ സൂട്ടബിൾ ക്രെഡിറ്റ് പോളിസി ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ആണല്ലോ റിസീവബിൾസിൽ വരിക. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ദർ ഷുഡ് ബി എ ക്രെഡിറ്റ് പോളിസി. There is no proper credit policy, outstanding balances in the debtors account will increase. അതൊരു കൃത്യമായി നമുക്കൊരു ക്രെഡിറ്റ് പോളിസി ഇല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കൂടിക്കൊണ്ടേക്കും, നമ്മളെ കടക്കാർ കൂടിക്കൊണ്ടിരിക്കും, അത് നമുക്ക് പ്രശ്നമാണ്. ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വ്യക്തി ഡെത്ത്, അൺസൗണ്ട് മൈൻഡ്, ഇൻസോൾവൻസി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നമുക്ക് പൈസ കിട്ടില്ല. അപ്പോൾ ബാഡ് ഡെപ്റ്റ് നമുക്ക് എന്താണ് കൂടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് പോളിസി ഈസ് ദ പോളിസി ദാറ്റ് റിലേറ്റഡ് ടു ഗ്രാൻഡ് ഓഫ് എന്താണ് ദാറ്റ് റിലേറ്റഡ് ഡിസൈഡ്സ് ഹൗ മച്ച് ക്രെഡിറ്റ് വിൽ ബി എക്സ്റ്റെൻഡഡ് ടു എ കസ്റ്റമർ ആൻഡ് ഓൺ വാട്ട് ടേംസ്. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് പോളിസി എന്ന് വെച്ചാൽ, എത്രമാത്രം ക്രെഡിറ്റ് കൊടുക്കണം, അത് എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫ് നോക്കുക നിങ്ങൾ. ഈ ഗ്രാഫിൽ
ഉള്ള രീതിയിലായിരിക്കണം നമ്മളെന്ത് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ ലിക്വിഡിറ്റി കർവും അതേപോലെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കർവും എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, അതാണ് ഒപ്റ്റിമം പൊസിഷൻ ഫോർ ക്രെഡിറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് പോളിസിയെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഡിറ്റർമിനിങ് ക്രെഡിറ്റ് ടേംസ് ആണ്. ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് റിസീവബിൾ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിറ്റർമിനിങ് ക്രെഡിറ്റ് ടേംസ്. ക്രെഡിറ്റ് ടേംസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് സ്റ്റിപ്പുലേഷൻസ് അണ്ടർ വിച്ച് ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് ടു ദ കസ്റ്റമേഴ്സ്. അതായത് നമ്മൾ കടം കൊടുക്കുന്ന നേരത്ത് ഒരാളോട് ചെക്ക് വാങ്ങി വെക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈട് വാങ്ങി വെക്കുകയാണ്, അപ്പോൾ എന്തായി, അതൊരു ക്രെഡിറ്റ് ടേമായി. നമ്മൾ അല്ലെങ്കിൽ ബില്ല് എഴുതി വാങ്ങുകയാണ്, ഓക്കെ, അതൊക്കെയാണ് ക്രെഡിറ്റ് ടേംസ്. അപ്പോൾ കൃത്യമായ ക്രെഡിറ്റ് ടേംസ് വേണം. അതായത് കടം തരാം, പക്ഷേ ഇന്ന സംഗതികൾ തരണം. അപ്പോൾ ആൾക്കാർക്ക് എന്താ തിരിച്ചു തരാനൊരു ചൂടുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ഡിറ്റർമിനിങ് ക്രെഡിറ്റ് ടേംസ്. അപ്പോൾ ക്രെഡിറ്റ് ടേംസിൽ ചില സബ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് ടേംസ് വരേണ്ടതെന്നാണ്. ഒന്ന് ക്രെഡിറ്റിൻ്റെ പീരീഡാണ്, എത്ര കാലത്തേക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 45 ദിവസത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ക്രെഡിറ്റ് പീരീഡാണ്. ഇനി എത്ര ഡിസ്കൗണ്ട് കൊടുക്കും, നമ്മൾ കൃത്യസമയത്ത് ഇപ്പോൾ 30 ദിവസം സമയം പറയുന്നു, അതിനുള്ളിൽ ക്രെഡിറ്റ് തിരിച്ചു തരാണെങ്കിൽ 10% ഡിസ്കൗണ്ട് തരാമെന്ന് പറയുന്നു. അതാണ് ഒരു ക്രെഡിറ്റ് ടേമാണ്. ഇനി ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് വെൻ എ ഫേം സെൽസ് ഓൺ ക്രെഡിറ്റ് ഇറ്റ് ടേക്സ് റിസ്ക്. ദ ഫേം ഇസ് നോട്ട് ഷുവർ അബൌട്ട് the paying capacity of customers. Therefore, for safety, there must be set credit standards. അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് വരുന്നത്? അതായത് എത്ര സമയത്തിനുള്ളിൽ തരണം, ബാഡ് ഡെപ്റ്റ് എങ്ങനെ വരുത്താതെ നോക്കണം, ഓക്കെ, ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ വരുന്ന സബ് പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്, ഇവാലുവേറ്റിംഗ് ക്രെഡിറ്റ് ആപ്ലിക്കൻസ് ആണ്. അതായത് ക്രെഡിറ്റ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യരുത്. ഇത് ക്രെഡിറ്റ് ചോദിച്ചു വരുന്ന ആളെ എന്ത് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നോക്കുക, അവരെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അവരെ ക്രെഡിറ്റ് കപ്പാസിറ്റി നോക്കുക, ക്രെഡിറ്റ് അനാലിസിസ് നടത്തുക. പിന്നെ എന്താണ് കളക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് അവരുടെ അടുത്ത് എങ്ങനെ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ് ഈസ് ടു ലേ ഡൗൺ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഡിറ്റർമിനിങ് കളക്ഷൻ പോളിസീസ് ആൻഡ് മെത്തേഡ്സ്. അതായത് കളക്ഷൻ പോളിസീസും മെത്തേഡ്സും ഡിറ്റർമിൻ ചെയ്യുക. അതായത് ക്രെഡിറ്റ് എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളും അതിൻ്റെ മെത്തേഡ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. എ വെൽ കൺസീവ്ഡ് കളക്ഷൻ പോളിസി ഈസ് നീഡഡ് ബിക്കോസ് ഓൾ കസ്റ്റമേഴ്സ് ഡു നോട്ട് പേ ബിൽസ് ഇൻ ടൈം. കൃത്യമായ കളക്ഷൻ പോളിസി വേണം. എല്ലാ കസ്റ്റമേഴ്സും കൃത്യസമയത്ത് തന്നോളുന്നില്ല. സമയത്തിൽ നേരത്തെ തരുന്ന ആൾക്കാരുണ്ടാവും, കൃത്യസമയത്ത് തരുന്ന ആൾക്കാരുണ്ടാവും, വളരെ ഡിലേ ആയിട്ട് തരുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പോളിസിയും മെത്തേഡും ഡിറ്റർമിൻ ചെയ്യുക. ആ പോളിസിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഡിലേ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വക്കീൽ മുഖാന്തരം ലെറ്റർ അയക്കുക, പിന്നെ എന്താണ് അക്കൗണ്ട് കൊടുക്കുക, പിന്നെ ലാസ്റ്റ് റിസോർട്ട് എന്താണ് ഒരു കളക്ഷൻ ഏജൻസിയെ ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്താണ് ഈ ടെക്നിക്കുകളൊക്കെ പോരാതെ പറയുന്നത് എന്തൊക്കെയാണ്, പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, സാധനം പൈസ കിട്ടാനായിട്ട് പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുക, ഫോൺ ചെയ്യുക, ടെലിഗ്രാം അടിക്കുക, ഫാക്സ് ചെയ്യുക, കമ്പ്യൂട്ടർ കോൺടാക്ട് ചെയ്യുക, പേഴ്സണൽ വിസിറ്റ് ചെയ്യുക, കളക്ഷൻ ഏജൻസീസിൻ്റെ അടുത്ത് കൂടെ അത് കളക്ട് ചെയ്യുക, വാർണിംഗ് ലെറ്റേഴ്സ് കൊടുക്കുക, ലീഗൽ ആക്ഷൻ എടുക്കുക. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കൺട്രോൾ ആൻഡ് അനാലിസിസ് ഓഫ് റിസീവബിൾ ആണ്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക, അത് പിന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ കൺട്രോൾ ആൻഡ് അനാലിസിസ് വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എന്ത് ചെയ്യുക, ഈ ടെക്നീക്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് പോളിസി ഒന്ന് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് എന്താണ് അത് ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് റിസീവബിൾ. ആവറേജ് റിസീവബിൾ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഓപ്പണിംഗ് റിസീവബിളിൻ്റെ കൂടെ ക്ലോസിംഗ് റിസീവബിൾ കൂട്ടുക, രണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് റിസീവബിൾ കിട്ടി. ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ കിട്ടും, ടോട്ടൽ സെയിൽസിൽ നിന്നും എന്ത് ചെയ്യുക, ക്യാഷ് സെയിൽസ് എന്ത് ചെയ്യുക, ക്യാഷ് ടോട്ടൽ സെയിൽസിൽ നിന്നും ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ്ലി കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും നല്ല ഇക്വേഷൻ ഇത് രണ്ടുമാണ്. ഓക്കെ, ഇനി അടുത്തത് ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. ആവറേജ് കളക്ഷൻ പീരീഡ് എന്താണെന്ന് വെച്ചാൽ എത്ര കാലം കൊണ്ടാണ് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ നമുക്ക് പിരിക്കാൻ സാധിക്കുന്നത് എന്നാണ്. വാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, അത് നമ്മൾ ആഴ്ച കണക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 52 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് മാസക്കണക്കിനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12 ആണ്. ഓക്കെ, അപ്പോൾ അത് ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്. അതായത് അപ്പോൾ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ റിസീവബിൾസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻവെൻട്രിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻവെൻട്രീൻ്റെ പഴക്കം അനുസരിച്ച് ഇൻവെൻട്രിയെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക, അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. അതേപോലെ ഡെപ്റ്റേഴ്സിൻ്റെ പഴക്കം അനുസരിച്ചിട്ട് ഒരുപാട് കാലം മുന്നേ കടം തരാനുള്ള ആളെ ഒരു വേറെ കാറ്റഗറിയിലും അടുത്ത് ഉള്ള ഒരാളെ വേറെ കാറ്റഗറിയിലായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഏജ് ഗ്രൂപ്പ് എന്താണ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ പറയുന്ന ഷെഡ്യൂൾ ഇങ്ങനെയാണ് വരുന്നത്. 31 മുതൽ 41, ആദ്യം പറഞ്ഞത് 30 ദിവസത്തിനുള്ളിൽ വരുന്ന കടക്കാർ, 30 ദിവസമായിട്ടുള്ള ഒരു കടം വാങ്ങിയിട്ട് അത് 60% ഉണ്ട്. 31 മുതൽ 45 ദിവസം വരെ ഉള്ളത് 20%. അത് കഴിഞ്ഞ് 46 മുതൽ 60 ദിവസം വരെ ഉള്ളത് 15%. പിന്നെ 61 മുകളിൽ ദിവസങ്ങളിൽ കടം തരാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ 5%. ഓക്കെ, അപ്പോൾ അതെന്താണ്, ദ ഫേം മസ്റ്റ് മോണിറ്റർ ഇറ്റ്സ് റിസീവബിൾ ടു ഡിറ്റർമിൻ വെദർ കസ്റ്റമേഴ്സ് ആർ പേയിങ് ഓൺ ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്. ഇനി നോക്കാനുള്ളത് ഡിസിഷൻ റിഗാർഡിങ് ടൈറ്റനിങ് ക്രെഡിറ്റ് പോളിസിയാണ്. ക്രെഡിറ്റ് പോളിസി ടൈറ്റൻ ചെയ്യാനാണ്. In receivables management, the management has to decide whether to adopt a liberal credit policy or a stringent credit policy. അപ്പോൾ ഈ ക്രെഡിറ്റ് പോളിസി ടൈറ്റൻ ചെയ്യണോ ലൂസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് കടം തീരെ കൊടുക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ അത് ടൈറ്റൻഡ് ക്രെഡിറ്റ് പോളിസിയുള്ള സ്ഥാപനമാണ്. കടം നന്നായിട്ട് കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ അതൊരു ലിബറൽ ക്രെഡിറ്റ് പോളിസിയുള്ള സ്ഥാപനമാണ്. അത് എന്ത് വേണമെന്നുള്ളത് സ്ഥാപനം തീരുമാനിക്കണം. തീരെ കൊടുക്കാതിരുന്നാലും കൊടുക്കാതിരിക്കുന്നതിലും എന്തുണ്ട്, തീരെ കടം കൊടുക്കാതിരിക്കുന്നതിനും കടം കൂടുതലായിട്ട് കൊടുക്കുന്നതിനും രണ്ടിലും അതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്ഥാപനം അതിൻ്റേതായുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അതിന് ചില മെത്തഡോളജിയൊക്കെ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെത്തഡോളജിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ഇതൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 10 ഒരു കമ്പനിയെ കുറിച്ച് പറയുന്നു. എക്സ് ലിമിറ്റഡ് is planning to tighten its present credit policy. The company has current annual sales of 25,000. It is expected that implementation of a proposed credit policy would decrease the annual sales to 20,000. The average age of account receivable would decrease from 30 days to 20 days. The sale price of a product is 20 and the variable cost involved in manufacturing a product is 12. On the volume of rupees 1,250 units, the average cost is 15. Assume a year comprises 360 days. അതായത് ഇവിടെ വർഷം 360 പരിഗണിച്ചുകൊണ്ട് advise whether the proposed credit policy shall be implemented if firm's required rate of return is 20%. ഫേമിന് 20% റിക്വയർഡ് റേറ്റ് വേണം. അപ്പോൾ അതായത് ഒരു സ്ഥാപനത്തിന് കുറച്ചും കൂടി ടൈറ്റ് ആക്കിയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി വെച്ചാൽ 30 ദിവസം കൊണ്ട് തരുന്ന ആൾക്കാർ 20 ദിവസം കൊണ്ട് കടം തരും. പക്ഷേ സെയിൽസ് 25,000 രൂപ ഉള്ളത് 20,000 കുറയും. ഓക്കെ, അപ്പോൾ പിന്നെ സെല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് വോളിയം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവറേജ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇയർ 360 ഫേം ആഗ്രഹിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 20%. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് പോളിസി വേണോ വേണ്ടേ എന്നുള്ളത് നമ്മളോട് തീരുമാനിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫിക്സ്ഡ് കോസ്റ്റ് ഹാസ് ടു ബി ഫൗണ്ട്. ആദ്യം ഫിക്സ്ഡ് കോസ്റ്റാണ് കാണേണ്ടത്. അപ്പോൾ ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ആവറേജ് കോസ്റ്റ് എത്രയാണ്? 15 മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ ആദ്യം ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടു, അത് 15. പിന്നെ വേരിയബിൾ കോസ്റ്റ് 12. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് 1250. അപ്പോൾ ഇത് ഫിക്സഡ് കോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഇതിന് ഡിവൈഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ 3 കിട്ടും. 3 × 1250 3750 ഫിക്സഡ് കോസ്റ്റ്. നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമുക്ക് നിലവിലിപ്പോൾ 1250 എന്ത് വോളിയം വരുന്നത്. അത് ഈ ഒരു കണക്കിലാണ്, നിലവിലെ കണക്ക് പ്രകാരം. ഓക്കെ, 25,000 പോകുന്നത്, അത് 20,000 ചുരുങ്ങുമെന്ന് പറയുന്നു. 25,000 എന്ത് ചെയ്യും? 20,000 ചുരുങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. എക്സ് ഡിവൈഡ് ബൈ 250 ഈസ് ഈക്വൽ ടു 25,000 ഡിവൈഡ് ബൈ മേലെ 20,000 ഡിവൈഡ് ബൈ 25,000. അപ്പോൾ അത് നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ, ഇത് ഇങ്ങോട്ടെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ചാൽ നമുക്ക് 1000 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇതേ, അതായത് 25:20 ഈസ് ഈക്വൽ ടു എന്താണ്, അല്ലെങ്കിൽ 25,000 ഈസ് ടു 20,000 ഈസ് ഈക്വൽ ടു 1,250 ഈസ് ടു 1,000 വരിക. ഓക്കെ, ഇക്വേഷൻ പ്രകാരം ഇവിടെ 1,000 വരിക.
അപ്പോൾ ഇത് ഇങ്ങനെ കുറയുമ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഈ യൂണിറ്റ് കുറയും. അത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത കണക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കാണേണ്ടത് കാൽക്കുലേഷൻ ഓഫ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്. ചിലവിൽ വരുന്ന കുറവ് നോക്കാനാണ് ആദ്യം നമുക്ക്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ വന്നാൽ നമ്മളിപ്പോൾ 30 ദിവസം എന്നുള്ള 20 ദിവസമായി കുറയണ നേരത്ത് നമുക്ക് എന്താണ് ഇതിന് ചിലവ് എങ്ങനെ ചുരുങ്ങാൻ നോക്കാം ആദ്യം. അതെന്താണ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് 1250 ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താവും 1000 യൂണിറ്റ് ആവും. ഫിക്സഡ് കോസ്റ്റ് 3750 വരുന്നത് ഇവിടെ എന്ത് വരും, ഫിക്സഡ് കോസ്റ്റിന് മാറ്റം വരില്ല, അത് 3750 തന്നെ വരും. വേരിയബിൾ കോസ്റ്റ് നമ്മൾ കണ്ടതാണ് 12 രൂപയായിരുന്നു വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15,000 രൂപയാണ് വരുന്നത്. ഈ വേരിയബിൾ കോസ്റ്റ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് താഴെ എഴുതി വെക്കുക. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഫിക്സഡ് പ്ലസ് വേരിയബിൾ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അതായത് 3,750 15,000 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി 18,750. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 15,750. ഇനി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 360 ഡിവൈഡ് ബൈ ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. ആവറേജ് കളക്ഷൻ പീരീഡ് നമ്മൾ നേരത്തെ എത്ര കിട്ടിയത് ഇതിന് 30 ആയിരുന്നു. അപ്പോൾ 360 ഡിവൈഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 12. ഇവിടെ 20 ആണ്. 360 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 18. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ എത്ര വരുന്നു വെച്ചാൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അക്കൗണ്ട് റിസീവബിൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 1562.5 ആണ്. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്തിക്കുക 18,750 ആണ്. ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യുമ്പോഴാണ് ഈ 1562.5 കിട്ടുന്നത്. ഇവിടെ 15,750 ഡിവൈഡ് ബൈ 18 ചെയ്യുമ്പോൾ 875 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നുണ്ട്, റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവ് കുറയുന്നത് 1562.5 നിന്നും എത്ര ആയിട്ട് കുറയുന്നു 875 കുറയുന്നു. 687.5 ചിലവ് കുറയുന്നു. ഓക്കെ, അപ്പോൾ സേവിങ്സ് റിഡക്ഷൻ കോസ്റ്റ് എന്താണ് 20% ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ 20% കുറയുന്നു. 20% എന്ത് കുറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ഇവിടെ നോക്കേണ്ടത്. ഇനി എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിലവ് ഇത്ര കുറയുന്നു എന്ന് മനസ്സിലായി. ഇനി പ്രോഫിറ്റ് നോക്കാം. നമ്പർ ഓഫ് യൂണിറ്റ് ഇവിടെ 1250 വരിക, ഇവിടെ 1000 വരിക. എന്താണ് സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം 20 രണ്ടിലും വരുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25,000 വന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20,000 വന്നു. ടോട്ടൽ കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഇവിടെ എത്ര കിട്ടി 18,750 കിട്ടി, ഇവിടെ 15,750 കിട്ടി. അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 6,250 ആണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ 4,250 പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. 2,000 രൂപേൻ്റെ പ്രോഫിറ്റ് കുറവാണ്. ഈ ഒരു ലാഭത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം 2,000 രൂപ നഷ്ടപ്പെടുത്തണം പ്രോഫിറ്റ്. ഈ ഒരു ഡെപ്റ്റേഴ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കളക്ഷൻ പോളിസി എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഡിസിഷൻ എന്താണ്, സിൻസ് റിഡക്ഷൻ ഇൻ പ്രോഫിറ്റ് ദർ ഇസ് മോർ ദാൻ റിഡക്ഷൻ ഇൻ സേവിങ്സ് ഓർ കോസ്റ്റ് ദ ഫേം ഷാൽ റിജക്ട് ദ പ്രപ്പോസൽ. ഫേം എന്ത് ചെയ്യുക, ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്യുക. ഈ ഒരു ടൈറ്റ് പോളിസി റിജക്ട് ചെയ്യുക, ക്രെഡിറ്റ് പോളിസി. ഇനി ലിബറലൈസിങ് ക്രെഡിറ്റ് പോളിസിയാണ്. ഇത് കുറച്ച് ക്രെഡിറ്റ് പോളിസി ലിബറലൈസ് ചെയ്യണമെന്ന് നോക്കേണ്ട ഒരു കണക്കാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമുക്ക് നേരെ കണക്കിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമ്പിൾ 11 അപ്പോൾ XY ലിമിറ്റഡ് ആണ് കമ്പനീൻ്റെ പേര്. കൺസിഡറിങ് എ ലിബറലൈസിങ് ഇറ്റ്സ് പ്രസൻറ്റ് ക്രെഡിറ്റ് പോളിസി ഈസ് കൺസിഡറിങ് ഓഫ് ലിബറലൈസിങ് ഇറ്റ്സ് പ്രസൻറ്റ് ക്രെഡിറ്റ് പോളിസി. ദ കമ്പനി ആസ് കറൻറ്റ് ആനുവൽ സെയിൽ. ഇപ്പം നിലവിൽ കമ്പനിക്ക് 2 ലക്ഷം ആനുവൽ സെയിൽ ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് പോളിസി വുഡ് ഇൻക്രീസ് ദ ആനുവൽ സെയിൽസ് ടു ₹3 lakh. അതായത് 2 ലക്ഷത്തിൽ നിന്നും ഈ ക്രെഡിറ്റ് പോളിസി ലിബറലൈസ് ചെയ്യുമ്പോൾ 3 ലക്ഷം സെയിൽസ് അധികം വരാൻ ചാൻസ് ഉണ്ട്. ദി ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ 15 ദിവസം കിട്ടിക്കൊണ്ടിരുന്ന റിസീവബിൾ 30 ദിവസമായി മാറുകയും ചെയ്യും. ഇരട്ടി സമയം കൊണ്ടാണ് പിന്നെ കിട്ടുക. ദ സെയിൽ പ്രൈസ് എന്താണ്, ഡിസ്കൗണ്ട് 20 ആണ്. ഓഫ് ഡിസ്കൗണ്ട് 20 ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് വരുന്നത് 5 ആണ്. വോളിയൂം ഓഫ് സെയിൽ ഇപ്പോൾ നിലവിലുള്ളത് 10,000 യൂണിറ്റ് ആണ്. അപ്പോൾ എത്രയായിട്ട് കൂടുന്നത് 10,000. ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷമായി കൂടുമ്പോൾ ഈ സെയിൽസ് യൂണിറ്റ് എത്ര കൂടും, 10,000 ഉള്ളത് 15,000 ആയിട്ട് കൂടും. ഓക്കെ, ദ ആവറേജ് കോസ്റ്റ് എത്രയാണ് 8 ആണ്, ₹8 ആണ്. എത്രയാണ് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ്, ഒരു വർഷത്തിലെ നമ്പർ ഓഫ് ഡേയ്സ് 360 ആയിട്ട് കണക്കാക്കിയാൽ മതി. അത് പറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ 365 കണക്കാക്കിയാൽ മതി. ഇത് കാൽക്കുലേഷൻ സുഖത്തിന് വേണ്ടിയാണ് ചില കണക്കുകൾ ഈ 360 ആയിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വൈസ് വെദർ ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് പോളിസി ഷാൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇഫ് ഫേംസ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 18%. അതായത് ഫേം ആഗ്രഹിക്കുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് 18% ആണ്. നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക,
നമ്പർ ഓഫ് യൂണിറ്റ് എത്ര മാറും എന്നുള്ളത് നോക്കുക. നമ്പർ ഓഫ് യൂണിറ്റ് നോക്കുക, ഫിക്സഡ് കോസ്റ്റ് കാണുക. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ആവറേജ് കോസ്റ്റ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. ആവറേജ് കോസ്റ്റ് കൊടുത്തിരിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് 5 ആണ്, ആവറേജ് കോസ്റ്റ് 8 ആണ്. അപ്പോൾ 3 തന്നെ. അപ്പോൾ 10,000 ഇൻറ്റു 3 30,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റും പ്രപ്പോസ്റ്റും നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഇവിടെ 10 ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ അത് 15 മാറും. കാരണം 2 3 ലക്ഷം ആകുമ്പോൾ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാവും? 15,000 യൂണിറ്റ് ആവും. ഫിക്സഡ് കോസ്റ്റ് രണ്ടും സെയിം 30. വേരിയബിൾ കോസ്റ്റ് എത്ര? വേരിയബിൾ കോസ്റ്റ് 5 ആയിരുന്നു. അപ്പോൾ 5 × 10 50,000, 5 × 15 75,000. രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. ഇത് 80 വരും. ഇത് 1,05,000 വരും. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ നോക്കുക നിങ്ങൾ. അതെന്താണ്? 360 ഡിവൈഡ് ബൈ എന്താണ്? ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ 15 പിന്നെ പ്രപ്പോസൽ വരുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ 360 ഡിവൈഡ് ബൈ 15 എത്ര വരും? 24 വരും. 360 ഡിവൈഡ് ബൈ 30 12 വരും. അത് കഴിഞ്ഞിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് ആണ്. അത് കോസ്റ്റ് ഓഫ് സെയിൽസ്, അതായത് 80,000 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ ആണ് 24 ആണ്. അപ്പോൾ 80 ഡിവൈഡ് ബൈ 24 ചെയ്തിട്ട് ഇവിടെ 3,333.33 വരും. ഇവിടെ 1,05,000 ഡിവൈഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 8,750. അപ്പോൾ നോക്കുന്ന നേരത്ത് എന്താണ്? 5,416.67 ഇൻക്രീസ് റിസീവബിൾ വന്നിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ പൈസ കിട്ടാൻ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ 18% ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ആയിട്ട് 18% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് 975 വരും. അതായത് ഇത്രയും പൈസ കിട്ടാനുണ്ടാവും. നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പോളിസി എടുത്താൽ, ലിബറൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ 5,416.67 കിട്ടാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ 18% നോക്കിയാൽ 975 ആണ് ഇതിന് ചിലവ് വരിക നമുക്ക്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിന് വരാൻ പോകുന്ന പ്രോഫിറ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റിൻ്റെ ടേബിളായി നോക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്താൽ പ്രസൻറ്റിൽ 10,000 വരിക. അത് പ്രപ്പോസ്ഡ് ലിബറലൈസ്ഡ് പോളിസി വരുമ്പോൾ അത് 15,000 ആവും. സെല്ലിംഗ് പ്രൈസ് 2,20 ആണ്. അങ്ങനെ ഇവിടെ 2 ലക്ഷം വരും. ടോട്ടൽ സെയിൽസ് എത്ര വരും? ടോട്ടൽ സെയിൽസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ 2 ലക്ഷം വരും, ഇവിടെ 3 ലക്ഷം വരും. അതായത് 20 × 10,000, 20 × 15,000. ടോട്ടൽ കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ 80,000 വരിക, ഇവിടെ 1,05,000 വരിക. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിഫറൻസ് എത്രയാണ്? 1,20,000 ആണ്. ഇവിടെ 1,95,000 ആണ്. 75,000 റുപ്പീസ് നമുക്ക് വന്ന ചിലവിനെ കാട്ടിയും എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 975 ആയിരുന്നു വന്ന ചിലവ്. നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് എത്രയാണ്? 75,000 ആണ് നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസിഷൻ എന്താണ്? സിൻസ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഇസ് മോർ ദാൻ ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓൺ അക്കൗണ്ട് റിസീവബിൾ, ദ ഫേം ഷാൽ ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ. ഫേം എന്ത് ചെയ്യണം? ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം. കാര്യം എന്താണ്? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. 975 ചിലവ് വന്നിട്ടുള്ളൂ. പ്രോഫിറ്റ് എത്ര കിട്ടുന്നു? 75,000 പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലിബറലൈസിങ് ക്രെഡിറ്റ് പോളിസി ആൻഡ് എന്താണ് ടൈറ്റനിങ് ക്രെഡിറ്റ് പോളിസി. ഇത് രണ്ട് പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ എസ് ആയിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ.